ലിയോ 14 പാപ്പയുടെ ആദ്യത്തെ ചാക്രിക ലേഖനം അത് തന്നെ ഒരു സാമൂഹിക ചാക്രിക ലേഖനമായിട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അത് പ്രത്യേകമായിട്ടുള്ളൊരു ശ്രദ്ധ അർഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അതിൻ്റെ പേര് നമുക്ക് അറിയാം, മഗ്നിഫിക്ക ഹ്യൂമാനിത്താസ്, മഹത്തായ മനുഷ്യവംശം അല്ലെങ്കിൽ മനുഷ്യകുലം അല്ലെങ്കിൽ മഹത്തായ മനുഷ്യത്വം എന്നൊക്കെയുള്ള അർത്ഥമാണ് അതിന് വരുന്നത്. വളരെയധികം വ്യത്യസ്തതകളോടെയാണ് ഈ ചാക്രിക ലേഖനം പുറത്തു വന്നിരിക്കുന്നത്. റേരും നൊവാരും 1891 മെയ് 15 ലിയോ 13 പാപ്പ ഒപ്പുവെച്ച സഭയിലെ തന്നെ ആദ്യത്തെ സാമൂഹിക ചാക്രിക ലേഖനമാണ്. അതിൻ്റെ മലയാള അർത്ഥം പുതിയ കാര്യങ്ങളുടെ എന്നാണ് വരുന്നത്. ഇതിൻ്റെ 135 വാർഷിക ദിനത്തിലാണ് ഈ ചാക്രിക ലേഖനം ലിയോ 14 പാപ്പ ഒപ്പുവെച്ചത്. അത് 2026 മെയ് 15 ഇനി അതിനുശേഷം വീണ്ടും 10 ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് ഈ ചാക്രിക ലേഖനം ലോകത്തിന് സമർപ്പിച്ചത്. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ ആദ്യമായിട്ട് സഭയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് പാപ്പ വന്ന് നേരിട്ട് അത് ലോകത്തിന് സമർപ്പിച്ച ആദ്യത്തെ ചാക്രിക ലേഖനം ഇതാണ്, മഗ്നിഫിക്ക ഹ്യൂമാനിത്താസ് ആണ്. അവിടെ വത്തിക്കാനിൽ കർദിനാളന്മാരുടെയും ദൈവശാസ്ത്രജ്ഞന്മാരുടെയും അൽമായരുടെയും പ്രത്യേകിച്ച് ആന്ത്രോപിക് എന്ന നിർമ്മിത ബുദ്ധി കമ്പനിയുടെ സ്ഥാപകരിലൊരാളായ ക്രിസ്റ്റഫർ ഒലായിയുടെ സാന്നിധ്യത്തിലാണ് ഈ ചാക്രിക ലേഖനം ലിയോ പാപ്പ ലോകത്തിന് സമർപ്പിച്ചത്. അങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവം കൂടി ഇതിനകത്തുണ്ട്. അതുമാത്രമല്ല, ലിയോ പാപ്പ ഇത് സമർപ്പിക്കുന്ന സമയത്ത് 10 മിനിറ്റ് നീണ്ട ഒരു പ്രസംഗം കൂടി അന്നവിടെ നടത്തിയിരുന്നു. അതിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ ഇങ്ങനെയാണ്. ഇപ്പോൾ ലിയോ പാപ്പ 135 വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ഒരു സംഭവത്തെ, ആ ഒരു കാലഘട്ടത്തെ ഓർത്തെടുക്കുകയാണ്. ഇങ്ങനെയാണ് പറയുന്നത്: അന്ന് ഫാക്ടറി തൊഴിലാളികളുടെയും അവരുടെ കുടുംബങ്ങളുടെയും പിഴുതെറിയപ്പെടുന്നതും ദ്രുതഗതിയിലുള്ള വ്യാവസായിക പരിവർത്തനം സൃഷ്ടിക്കുന്ന ദാരിദ്ര്യത്തിൻ്റെ പുതിയ രൂപങ്ങളും ലിയോ 13 പാപ്പ നിരീക്ഷിച്ചു. 19-ാം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതിയിലാണ് വ്യാവസായിക വിപ്ലവം നടക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് തൊഴിലാളികൾ വെറും വസ്തുക്കളെപ്പോലെ പരിഗണിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ സമ്പന്നർ കുറേ കൂടി സമ്പന്നരായി, ദരിദ്രർ കുറേ കൂടി ദരിദ്രരായി. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ തൊഴിലിൻ്റെ മാഹാത്മ്യം, മനുഷ്യൻ്റെ അന്തസ്സ് തുടങ്ങിയ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യുന്ന ചാക്രിക ലേഖനമായിരുന്നു അന്നത്തെ റേരും നൊവാരും. വ്യാവസായിക വിപ്ലവം സൃഷ്ടിച്ച സാമൂഹികവും സാമ്പത്തികവുമായ ഉയർച്ച താഴ്ചകൾ, തൊഴിലാളികളുടെ ചൂഷണം, കടുത്ത സാമ്പത്തിക അസമത്വം, ഇതെല്ലാം അന്നത്തെ പശ്ചാത്തലത്തിൽ പെടുന്നതാണ്. അതുകൊണ്ട് ഈ അന്നത്തെ ചാക്രിക ലേഖനത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇതായിരുന്നു: തൊഴിലിൻ്റെയും തൊഴിലാളികളുടെയും മാഹാത്മ്യം, നീതിപൂർവകമായ കൂലി, സ്വകാര്യ സ്വത്തവകാശം, സംഘടിക്കാനുള്ള അവകാശം, അധികാരികളുടെ ഉത്തരവാദിത്വങ്ങൾ, അതുപോലെ തൊഴിലാളികൾ തമ്മിലുള്ള ഐക്യദാർഢ്യം, ദരിദ്രരോടുള്ള പ്രത്യേക പരിഗണന. ഈ വിഷയങ്ങളെക്കുറിച്ചാണ് അന്ന് റേരും നൊവാരും എന്ന ചാക്രിക ലേഖനത്തിൽ ലിയോ 13 പാപ്പ സംസാരിച്ചത്. ഇനി എന്തുകൊണ്ട് പാപ്പ ഈ ലിയോ എന്നുള്ള പേര് തിരഞ്ഞെടുത്തു? അതിന് പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ 2ാമത്തെ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ലിയോ പാപ്പ അതിനൊരു മറുപടി ഇങ്ങനെ പറഞ്ഞു: ലിയോ 14 എന്ന പേര് ഞാൻ സ്വീകരിച്ചു. ഇതിന് വ്യത്യസ്ത കാരണങ്ങളുണ്ട്. പ്രധാനമായും ആദ്യത്തെ വലിയ വ്യാവസായിക വിപ്ലവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ലിയോ 13 പാപ്പ തൻ്റെ ചരിത്രപരമായ ചാക്രിക ലേഖനം റേരും നൊവാരുമിൽ സാമൂഹിക പ്രശ്നത്തെ അഭിസംബോധന ചെയ്തതിനാലാണ്. ഇപ്പോൾ മറ്റൊരു വ്യാവസായിക വിപ്ലവത്തിനും മനുഷ്യൻ്റെ അന്തസ്സ്, നീതി, തൊഴിൽ എന്നിവയുടെ പ്രതിരോധത്തിന് പുതിയ വെല്ലുവിളികൾ ഉയർത്തുന്ന നിർമ്മിത ബുദ്ധി മേഖലയിലെ വികസനങ്ങൾക്ക് മറുപടിയായി സഭ ഇപ്പോൾ സംസാരിക്കുകയാണ്. ഇപ്പോൾ ലിയോ പാപ്പ തൻ്റെ പരമാചാര്യത്വ ശുശ്രൂഷ ഏറ്റെടുത്തത് തന്നെ ഈ ഒരു 2ാമത്തെ ഒരു വ്യാവസായിക വിപ്ലവം അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധിയുടെ മേഖലയിലുണ്ടായ ഒരു വിപ്ലവത്തിൻ്റെ സാഹചര്യത്തിലാണ്. അതുമായി ബന്ധപ്പെട്ട് തന്നെ ആദ്യത്തെ ചാക്രിക ലേഖനം വന്നു എന്നതും നമ്മൾ കൗതുകത്തോടെയാണ് വീക്ഷിക്കുന്നത്. ഇനി ആ പ്രസംഗത്തിൽ വീണ്ടും ലിയോ പാപ്പ പറഞ്ഞ മറ്റ് ചില കാര്യങ്ങൾ. ഇന്ന് നമ്മൾ സമാനമായ, ഒരുപക്ഷെ അതിലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പരിവർത്തനത്തെ അഭിമുഖീകരിക്കുകയാണ്. കൃത്രിമ ബുദ്ധി നമ്മുടെ ജീവിതത്തിൻ്റെ പല മേഖലകളെയും സ്പർശിക്കുകയും
മനുഷ്യ സഹവർത്തിത്വം രൂപപ്പെടുത്തുന്ന തീരുമാനങ്ങളെ സ്വാധീനിക്കുകയും ചെയ്യുന്നു. ഈ ഒരു സെൻറ്റൻസ്, അതായത് തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നു, അത് ഈ ഡോക്യുമെൻറ്റിൽ പല പ്രാവശ്യം ആവർത്തിച്ച് വരുന്ന ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ മനുഷ്യൻ തീരുമാനം എടുക്കുന്നതിന് പകരം അത് നിർമ്മിത ബുദ്ധിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അതുകൊണ്ട് ഇപ്പോൾ യുദ്ധത്തിൻ്റെ മേഖലയിൽ നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുമ്പോൾ അവിടെ എവിടെ ബോംബിടണമെന്ന് മനുഷ്യൻ തീരുമാനിക്കുന്നതിനേക്കാളും ഇപ്പോൾ AI ആണ് തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് അടുത്ത കാലത്ത് പണ്ട് ജനവാസ മേഖലയായിരുന്ന ഒരു സ്ഥലം ഇന്ന് അവിടെ ഒരു സ്കൂളാണ്. പക്ഷേ AI തീരുമാനിച്ച് ബോംബിട്ടപ്പോൾ ആ സ്കൂളിൽ കൊണ്ടുവന്ന് ബോംബിട്ടു. കാരണം പഴയ കണക്കനുസരിച്ച് അവിടെ അതൊരു ജനവാസ മേഖലയാണ്. കുട്ടികളെ കൊല്ലണമെന്ന് ഉദ്ദേശിച്ചില്ലായിരുന്നു. പക്ഷേ ഇന്നവിടെ കുട്ടികൾ വന്ന കാര്യം AI അറിഞ്ഞില്ല. അപ്പോൾ തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യങ്ങളിൽ പോലും, ഇത് ചെറിയൊരു ഉദാഹരണം മാത്രമാണ്, അങ്ങനെയുള്ള മേഖലയിൽ പോലും AI വരുന്നുവെന്നുള്ളത് വളരെ ആശങ്കയോടെയാണ് ഈ ചാക്രിക ലേഖനം കാണുന്നത്. അതുപോലെ യുദ്ധം എങ്ങനെ നടക്കുന്നു എന്നതിനെയും ഈ നിർമ്മിത ബുദ്ധിയുടെ മേഖല നാടകീയമായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും ലയോ പാപ്പ പറയുകയാണ്, മുമ്പത്തെ ലയോയെ പോലെ വിശ്വാസത്തിൻ്റെ കണ്ണുകളോടെയും യുക്തിയുടെ വ്യക്തതയോടെയും നിഗൂഢതയോടുള്ള തുറന്ന മനസ്സോടെയും എൻ്റെ ഹൃദയത്തിൽ മുഴങ്ങുന്ന ദരിദ്രരുടെയും ഭൂമിയുടെയും നിലവിളികളോടെയും മറ്റൊരു വലിയ പരിവർത്തനത്തെ നോക്കാൻ ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. വലിയ ദുരിതങ്ങൾ ലഘൂകരിക്കാൻ കഴിവുള്ള സാങ്കേതിക വിദ്യകളിൽ ആത്മാർത്ഥമായ ആവേശത്തോടെ പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞരെയും എഞ്ചിനീയർമാരെയും നീതിയുക്തമായ നിയമങ്ങൾക്കായി സ്ഥിരമായി പരിശ്രമിച്ച രാഷ്ട്രീയ നേതാക്കളെയും പൊതുപ്രവർത്തകരെയും യുവതലമുറയുടെ ഭാവിയെക്കുറിച്ച് ആഴത്തിൽ ആശങ്കയുള്ള മാതാപിതാക്കളെയും അധ്യാപകരെയും ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ചാക്രിക ലേഖനത്തിൻ്റെ പിറവി എങ്ങനെയായിരുന്നു എന്നുള്ളതിൻ്റെ സൂചന ലയോ പാപ്പ തരികയാണ്. വലിയൊരു ജനവിഭാഗത്തെ കേട്ടിട്ടാണ്, അവരുടെ ആശങ്കകൾ മനസ്സിലാക്കിയിട്ടാണ് ലയോ പാപ്പ ഈ ചാക്രിക ലേഖനം എഴുതിയിരിക്കുന്നത്. ഇനി വീണ്ടും പാപ്പ പറയുകയാണ്, തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ശബ്ദമില്ലാത്തവരുടെ നിശബ്ദത ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ പുതിയ തരത്തിലുള്ള പുറംതള്ളലുകളും സഹനങ്ങളും സൃഷ്ടിച്ചേക്കാം. ഇപ്പോൾ AI തീരുമാനം എടുക്കുമ്പോൾ ഇങ്ങനെയുള്ള ചില വിഭാഗങ്ങളെ കാണണമെന്നില്ല. ദരിദ്രരും അതല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെട്ടവർ, അവരുടെ വിലാപങ്ങൾ, അവരുടെ ആവശ്യങ്ങളും AI സംബന്ധിച്ച് ഒരാവശ്യമേ അല്ല. ഇന്ന് ഈ കുത്തക മുതലാളികളുടെ കൈകളിലാണ് AI കൂടുതലായിട്ടിരിക്കുന്നത്. അവരെ സംബന്ധിച്ച് മാക്സിമം പ്രോഫിറ്റാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോഴവിടെ ഏറ്റവും പാവപ്പെട്ട മനുഷ്യരെ അവരൊരിക്കലും പരിഗണിക്കില്ല. നിർമ്മിത ബുദ്ധി പാപ്പ പറയുകയാണ് നിരായുധീകരിക്കേണ്ടതുണ്ട്. ഇത് ഈ ചാക്രിക ലേഖനത്തിൽ വീണ്ടും വളരെ വിശദമായിട്ട് ഈ ഒരു വിഷയം വരും. നിർമ്മിത ബുദ്ധി നിരായുധീകരിക്കണം, അതായത് ആയുധങ്ങളുടെ മേഖലയിൽ നിന്ന് നിർമ്മിത ബുദ്ധിയെ മാറ്റി നിർത്തണമെന്നുള്ളതാണ്. എല്ലാ വലിയ സാങ്കേതിക ശക്തികൾക്കും ജനങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ കഴിയുമെന്നും അതുകൊണ്ട് ധാർമ്മിക വിവേചനാധികാരവും പൊതുനിയന്ത്രണവും ഉണ്ടായിരിക്കണമെന്നും അറിയാവുന്ന സഭ ആണവ നിരായുധീകരണത്തിനായി വളരെ കാലമായി പ്രവർത്തിച്ചു വരികയാണ്. വർഷങ്ങളായി സഭ ഇടപെടുന്ന ഒരു മേഖല ഇതാണ്. ആണവ മേഖല നിരായുധീകരിക്കപ്പെടണം, അല്ലെങ്കിൽ ഈ ആയുധങ്ങളുടെ മേഖലയിൽ നിന്ന് ആണവായുധങ്ങളെ മാറ്റി നിർത്തണമെന്ന് സഭ പറയുകയാണ്. തരത്തിൽ സഭയുടെ ഇങ്ങനെയുള്ള ഒരു കടുംപിടുത്തം കാരണമാണ് ആണവായുധങ്ങൾ ഇന്ന് ലോകത്ത് അങ്ങനെ ഉപയോഗിക്കാതെ ഇരിക്കുന്നതിൻ്റെ ഒരു കാരണം. ആണവ നിരായുധീകരണം സമാധാനത്തിനും മനുഷ്യ കുടുംബത്തിൻ്റെ അന്തസ്സിനും വേണ്ടിയുള്ള സഭയുടെ ഒരു സേവനമായി ഇന്ന് തുടരുകയാണ്. അപ്പോൾ അത് ഇന്ന് സഭ അത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പുതിയൊരു നിരായുധീകരണത്തെക്കുറിച്ച് സഭ പറയുകയാണ്. അതായത് നിർമ്മിത ബുദ്ധി നിരായുധീകരിക്കപ്പെടണമെന്നാണ്. ഇത് ലയോ പാപ്പയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതിനെക്കുറിച്ച് പിന്നീട് ചാക്രിക ലേഖനത്തിൽ പാപ്പ തന്നെ പറയും, നിരായുധീകരണം എന്നത് എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരാശയമെന്നാണ്. പാപ്പ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പ്രസംഗത്തിൽ, അതായത് പാപ്പയെ തിരഞ്ഞെടുത്ത് ഏറ്റവും അടുത്ത നാളുകളിൽ തന്നെ ഒരിടത്ത് സംസാരിച്ചപ്പോൾ ഉപയോഗിച്ചത് ഹൃദയങ്ങളെ നിരായുധീകരിക്കണമെന്നാണ്. ഹൃദയത്തിൽ നിന്ന് ആദ്യം ഈ ആയുധങ്ങളെല്ലാം എടുത്ത് കളയണമെന്ന്. ഇനി ഈ ചാക്രിക ലേഖനത്തിൽ പാപ്പ ഈ നിർമ്മിത ബുദ്ധിയുടെ നിരായുധീകരണത്തെക്കുറിച്ച് പറയുന്നു. അതിനുശേഷം പറയുന്നത് വേറൊരിടത്ത് എത്തുമ്പം പറയും, നമ്മുടെ വാക്കുകളിൽ നിന്ന് ആയുധങ്ങൾ എടുത്ത് മാറ്റണം, അതായത് നമ്മുടെ വാക്കുകളെ നിരായുധീകരിക്കണമെന്നാണ്. അപ്പം ഈ നിർമ്മിത ബുദ്ധിയുടെ നിരായുധീകരണം ഒരു പ്രധാനപ്പെട്ട വിഷയമായി ഇതിനകത്ത് വരും. ഇതിലൂടെ വീണ്ടും പാപ്പ തന്നെ അത് വിശദീകരിക്കുന്നുണ്ട്. നിർമ്മിത ബുദ്ധി ഇപ്പോൾ നിരായുധീകരിക്കപ്പെടാൻ ആവശ്യപ്പെടുന്നു.
അതിനെ ആധിപത്യത്തിൻ്റെയും ഒഴിവാക്കലിൻ്റെയും മരണത്തിൻ്റെയും ഉപകരണമാക്കി മാറ്റുന്ന യുക്തികളിൽ നിന്ന് സ്വതന്ത്രമാക്കണം. ആണവോർജം പോലെ അത് എല്ലാവരുടെയും സേവനത്തിനും പൊതുനന്മയ്ക്കും വേണ്ടിയായിരിക്കണം. ഇപ്പോൾ ആണവോർജം യുദ്ധത്തിന് വേണ്ടിയല്ല, മറിച്ച് മനുഷ്യരുടെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കും. അതുപോലെ ഇപ്പോൾ നിർമ്മിത ബുദ്ധിയെ ജനങ്ങളെ അവരുടെ മേൽ ആധിപത്യം പുലർത്താനോ അവരെ നശിപ്പിക്കാനോ യുദ്ധത്തിന് വേണ്ടിയോ അല്ല, മറിച്ച് അവരുടെ സേവനത്തിന് വേണ്ടിയാണ്. ഇവിടെ നമ്മുടെ ചാക്രി ലേഖനത്തിൽ വീണ്ടും ആവർത്തിച്ച് വരുന്ന മറ്റൊരാശയം പൊതുനന്മ എന്നുള്ളതാണ്, കോമൺ ഗുഡ്. അതിനെക്കുറിച്ച് പാപ്പ വളരെ നന്നായി ഇതിനകത്ത് പിന്നീട് സംസാരിക്കും. അപ്പോൾ നിർമ്മിത ബുദ്ധി എന്തിനു വേണ്ടി ഉപയോഗിക്കണം? അത് പൊതുനന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം. ഏതെങ്കിലും കുറച്ച് കുത്തക മുതലാളികളുടെ അവരുടെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല, വൻകിട ലാഭം മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയല്ല, മറിച്ച് ഏറ്റവും സാധാരണ ജനത്തിന് പോലും കിട്ടുന്ന ഒരു സേവനമായി നിർമ്മിത ബുദ്ധിയെ ഉപയോഗിക്കണമെന്നാണ്. ഇവിടെ ലയോ പാപ്പ ഒരു ബൈബിൾ വാക്യം ഉദ്ധരിക്കുകയാണ്. മറ്റുള്ളവരെ പോലെ ഉറങ്ങിക്കഴിയാതെ നമുക്ക് ഉണർന്ന് സുബോധമുള്ളവരായിരിക്കാം. പൗലോസ് അപ്പോസ്തലൻ്റെ വാക്കുകളാണ്. അപ്പോൾ ഈ നിർമ്മിത ബുദ്ധി ഇന്ന് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും എത്തിക്കഴിഞ്ഞു. നമ്മൾ പോലും നമ്മളറിയാതെ അതിൻ്റെ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ മറ്റുള്ളവർ ഇതിനെക്കുറിച്ച് വളരെ കൺസേൺ അല്ല, അവരതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, അവരതിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോകണം. പക്ഷേ സഭയ്ക്ക് അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. സഭ ഈ ഒരു സാഹചര്യത്തിൽ അതിനെ വളരെ ഗൗരവത്തോടെ തന്നെ കാണും. അതുകൊണ്ട് മറ്റുള്ളവരെ പോലെ നമുക്ക് ഉറങ്ങിക്കഴിയാതെ സുബോധമുള്ളവരാകാം. ഇനി പാപ്പ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സെൻറ്റൻസ് അന്ന് അവതരണത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞതാണ്. സമാധാനം യുദ്ധത്തിൻ്റെ അഭാവം മാത്രമല്ല, മറിച്ച് നീതി പ്രവർത്തനത്തിലായിരിക്കുന്ന അവസ്ഥയാണ്. യുദ്ധമില്ലാതിരിക്കുന്ന അവസ്ഥയല്ല സമാധാനം, മറിച്ച് നീതി പ്രവർത്തനത്തിലായിരിക്കുകയാണ്. അതായത് എല്ലാ മനുഷ്യർക്കും നീതി കിട്ടുന്ന അവസ്ഥയാണ് യഥാർത്ഥത്തിൽ സമാധാനമെന്ന് ലയോ പാപ്പ പറയും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കുറച്ച് പേർക്ക് വേണ്ടി മാത്രമല്ല ഈ നിർമ്മിത ബുദ്ധി, മറിച്ച് മനുഷ്യ കുടുംബത്തിന് സകലത്തിനും വേണ്ടിയാണ്. അതുകൊണ്ട് ഈ സിസ്റ്റംസ് രൂപകൽപ്പന ചെയ്യുന്നവർ, രാഷ്ട്രത്തിലായിരുന്നാലും മറ്റ് സാമൂഹിക മേഖലകളിൽ വ്യവസ്ഥിതികൾ രൂപകൽപ്പന ചെയ്യുന്നവരും അവയെ ബാധിക്കുന്നവരും സമ്പന്ന രാജ്യങ്ങളും ദരിദ്ര രാജ്യങ്ങളും സ്ഥാപനങ്ങളും വ്യക്തികളും അധികാര കേന്ദ്രങ്ങളും പ്രാന്തപ്രദേശങ്ങളും ഒരുമിച്ച് നിന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു ഭാവി ഈ സാഹചര്യത്തിൽ കെട്ടിപ്പടുക്കാൻ കഴിയുകയുള്ളൂ. ഇനി ചാക്രി ലേഖനം വന്നപ്പോൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന ഒരു കാര്യം, ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച്, നിർമ്മിത ബുദ്ധിയെക്കുറിച്ചുള്ള ഒരു ചാക്രിക ലേഖനം എന്ന രീതിയിൽ പല തലക്കെട്ടുകളൊക്കെ വന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് നിർമ്മിത ബുദ്ധിയെക്കുറിച്ചുള്ള അങ്ങനെ നമുക്ക് എടുത്തു പറയാനായിട്ട് കഴിയില്ല, അതിനുള്ളൊരു ചാക്രി ലേഖനം എന്ന് പറയാൻ കഴിയില്ല. മറിച്ച് ഈ നിർമ്മിത ബുദ്ധിയുടെ കാലത്ത് മനുഷ്യനെ സംരക്ഷിക്കുന്നതിനെ കുറിച്ചാണ് ചാക്രിക ലേഖനം സംസാരിക്കുന്നത്. നമ്മുടെ കാലഘട്ടത്തിലെ നിർണായക ചോദ്യങ്ങളിലൊന്നായ നിർമ്മിത ബുദ്ധിയുടെ യുഗത്തിൽ മനുഷ്യൻ്റെ അന്തസ്സ്, അവൻ്റെ മാഹാത്മ്യം എങ്ങനെ സംരക്ഷിക്കാം എന്നതിനെക്കുറിച്ചാണ് ചാക്രി ലേഖനം സംസാരിക്കുന്നത്. ഇനി അതുകൊണ്ട് ഇതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ, ടെക്നോളജി, സാങ്കേതിക വിദ്യ, അതിൻ്റെ പരിമിതികൾ എന്താണ്, അതിൻ്റെ പോരായ്മകൾ എന്താണ്, അത് ഈ ചാക്രിക ലേഖനത്തിൽ വിശകലനം ചെയ്യുന്നുണ്ട്. മനുഷ്യത്വത്തിൻ്റെ സംരക്ഷണം, നമുക്കെങ്ങനെ ഈ കാലഘട്ടത്ത് മനുഷ്യൻ്റെ മാഹാത്മ്യം, അവൻ്റെ പ്രൗഢഗംഭീരമായ അവൻ്റെ മഹത്വം എങ്ങനെ സംരക്ഷിക്കാം. സത്യത്തിൻ്റെ ഉന്നമനം, കാരണം ഇന്ന് AI ഈ കാലഘട്ടത്ത് പലതും ഫേക്കായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഫേക്ക് ന്യൂസ് അല്ലേ, അതുപോലെയുള്ള ജനാധിപത്യ ആശയങ്ങൾ പോലും കള്ളങ്ങൾ പറഞ്ഞ് പരത്തുന്ന ഒരു കാലഘട്ടത്ത് സത്യം എങ്ങനെ പ്രൊമോട്ട് ചെയ്യണം. അതുപോലെ തൊഴിലിൻ്റെ അന്തസ്സ്, നിർമ്മിത ബുദ്ധി മനുഷ്യ മേഖലയിലോട്ട് പ്രവേശിക്കുമ്പോൾ വളരെ അത് എഫക്റ്റ് ചെയ്യുന്നത് തൊഴിലാളികളെയാണ്. ലക്ഷക്കണക്കിന് ആൾക്കാരുടെ തൊഴിൽ നഷ്ടപ്പെടുകയാണ്. ഇനി അതുമാത്രമല്ല, തൊഴിലാളികളെ ഒരു സിസ്റ്റം ഇരുന്ന് അവരുടെ 24 മണിക്കൂറും അവരെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അതായത് നിർമ്മിത ബുദ്ധി അവരുടെ പ്രവർത്തനത്തെ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. തൊഴിലാളികളുടെ കാര്യക്ഷമത, അവരെങ്ങനെ ജോലി ചെയ്യുന്നു, അവരുടെ സർഗാത്മക ശേഷി എന്താണ്, അവരുടെ ക്രിയാത്മകത എന്താണ്, 24 മണിക്കൂർ അവരെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ സ്വകാര്യതയിലേക്കും അവൻ്റെ സ്വാതന്ത്ര്യത്തിലേക്കുമുള്ള കടന്നുകയറ്റമാണ്. അപ്പോൾ ഇവിടെ തൊഴിലിൻ്റെ അന്തസ്സ് നഷ്ടപ്പെടുന്നു, തൊഴിലാളിയുടെ അന്തസ്സ് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ സാമൂഹിക നീതി, സമാധാനം,
പിന്നെ ഒതൻറ്റിക് ഹ്യൂമാനിറ്റി, ആധികാരിക മാനവികതയെക്കുറിച്ചുള്ള ക്രിസ്തീയ ദർശനം എന്താണ് തുടങ്ങിയവയെല്ലാം ഈ ചാക്രിക ലേഖനത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഇനി ഈ നിർമ്മിത ബുദ്ധിയെക്കുറിച്ചുള്ള ഒരു ചാക്രിക ലേഖനം അല്ല ഇത് എന്ന് പറയാനുള്ളൊരു കാരണം, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, 2-3 വർഷങ്ങൾക്ക് മുമ്പ് വത്തിക്കാനിൽ നിന്ന് വിശ്വാസ പ്രബോധന സംബന്ധ മന്ത്രാലയവും സംസ്കാരത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടിയുള്ള മന്ത്രാലയവും ചേർന്ന് പഴയതും പുതിയതും ആന്തിക്വ എത്ത് നോവ എന്ന പേരിൽ നിർമ്മിത ബുദ്ധിയും മനുഷ്യബുദ്ധിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊരു കുറിപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് പറഞ്ഞത് എന്താണ് ബുദ്ധി, എന്താണ് മനുഷ്യൻ്റെ ബുദ്ധി, അതിനെ താത്വികമായും ദൈവശാസ്ത്രപരമായുമുള്ള അതിൻ്റെ വിശകലനം, ഇനി അത് നിർമ്മിത ബുദ്ധി എന്താണ്, മനുഷ്യബുദ്ധിയും നിർമ്മിത ബുദ്ധിയും തമ്മിലുള്ള ബന്ധം എന്താണ്, ഇതെല്ലാം ചർച്ച ചെയ്തത് നേരത്തെ വന്ന ഈ കുറിപ്പിനകത്താണ്. ഇനി അതുപോലെ ഈ ചാക്രിക ലേഖനം ഈ നിർമ്മിത ബുദ്ധിയുടെ കാലത്ത് മനുഷ്യൻ്റെ മാഹാത്മ്യം എങ്ങനെ സംരക്ഷിക്കാം എന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലമാണ്, അല്ലെങ്കിൽ അതിന് വഴിയൊരുക്കുന്ന വേറെ ചില രേഖകൾ നേരത്തെ വന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേത് എല്ലാവരും സഹോദരർ എന്ന ഫ്രാൻസിസ് പാപ്പയുടെ സാമൂഹിക ചാക്രിക ലേഖനമാണ്. അതിനകത്ത് മനുഷ്യൻ്റെ മാഹാത്മ്യത്തിന് വിരുദ്ധമായി നിൽക്കുന്ന ചില കാര്യങ്ങളെ, പ്രത്യേകിച്ച് വധശിക്ഷ, നീതിപൂർവകമായ യുദ്ധം, അതായത് ജസ്റ്റ് വാർ, അതുപോലെ കുടിയേറ്റക്കാരെ തടയൽ തുടങ്ങിയവ പാടില്ല എന്ന് ഫ്രാൻസിസ് പാപ്പ വളരെ വിശദമായി അതിനകത്ത് പറഞ്ഞിരുന്നു. വധശിക്ഷ ഒരവസരത്തിലും പാടില്ല എന്നാണ് ഇപ്പോൾ സഭയുടെ നിലപാട്, നമുക്കറിയാം. നേരത്തെ കത്തോലിക്ക സഭയുടെ മതപഠന ഗ്രന്ഥത്തിൽ പോലും ഏറ്റവും അവസാനത്തെ ഒരു പരിഹാര മാർഗമെന്ന നിലയിൽ, ഒരു അറ്റകൈ പ്രയോഗം എന്ന നിലയിൽ വധശിക്ഷയാകാമെന്ന ഒരു നിലപാട് സഭയ്ക്കുണ്ടായിരുന്നു. അതായത് ഒരു കൊലപാതകി, അയാളെ തടഞ്ഞു നിർത്താൻ ഭരണ സംവിധാനത്തിന് കഴിയുന്നില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് വധശിക്ഷ കൊടുക്കാം എന്നൊരു നിലപാട് സഭയ്ക്ക് നേരത്തെ ഉണ്ടായിരുന്നു. എന്നാൽ 2018 മെയ് 11 ഈ മതബോധന ഗ്രന്ഥത്തിലെ 2267 ഖണ്ഡിക മുഴുവനായും പരിഷ്കരിച്ചുകൊണ്ട് വധശിക്ഷ പാടില്ല എന്ന് സഭ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. അപ്പോൾ ഈ എല്ലാവരും സഹോദരർ എന്ന ചാക്രിക ലേഖനത്തിൽ ഫ്രാൻസിസ് പാപ്പ ഇതിനെ വിശദീകരിക്കുന്നുണ്ട്, വധശിക്ഷ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അതുപോലെ ഇനി ഒരിക്കലും യുദ്ധം പാടില്ല എന്നും ഫ്രാൻസിസ് പാപ്പ ഈ ചാക്രിക ലേഖനത്തിൽ നേരത്തെ പറഞ്ഞിരുന്നു. അതിന് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം ന്യൂക്ലിയർ വെപ്പൺസിൻ്റെ ഉപയോഗമാണ്. അണുവായുധങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും നാശനഷ്ടങ്ങൾ മനുഷ്യകുലത്തിലുണ്ടാകും. അപ്പോൾ ഇന്നത്തെ കാലത്ത് യുദ്ധമെന്ന ഒരു കാര്യത്തെക്കുറിച്ച് മനുഷ്യന് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. പണ്ട് അമ്പും വില്ലും വെച്ച് യുദ്ധം ചെയ്തതുപോലെ അല്ല ഇന്ന് അണുവായുധങ്ങൾ കൊണ്ടുള്ള യുദ്ധം. അത് സമൂലമായിട്ടുള്ള ഒരു നാശത്തിന് പോലും വഴിതെളിക്കും. അതുകൊണ്ട് യുദ്ധത്തെക്കുറിച്ച് നമുക്കിന്ന് ചിന്തിക്കാൻ പോലും കഴിയില്ല. യുദ്ധം അതുകൊണ്ട് ഒരിക്കലും വേണ്ട എന്ന് ഫ്രാൻസിസ് പാപ്പ അതിൽ ആവർത്തിച്ചിരുന്നു. ഇനി അതേസമയം തന്നെ ജസ്റ്റ് വാർ എന്ന കൺസെപ്റ്റും വേണ്ട എന്നാണ് ഫ്രാൻസിസ് പാപ്പ അതിൽ പറഞ്ഞത്. നീതിപൂർവകമായ യുദ്ധം, ഇങ്ങോട്ട് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ വന്ന് ആക്രമിക്കുമ്പോൾ നമുക്ക് നിയമാനുസൃതമായി അതിനെ പ്രതിരോധിക്കാം, അതാണ് ജസ്റ്റ് വാർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇന്ന് ഈ അണുവായുധങ്ങളുടെ മേഖലയിൽ നമുക്കതിനെക്കുറിച്ച് പോലും ചിന്തിക്കാൻ കഴിയില്ലെന്നാണ്. നമുക്ക് സമാധാനത്തിൻ്റെ പാതകൾ തേടാം എന്നാണ് അന്ന് മനുഷ്യൻ്റെ മാഹാത്മ്യം ഉയർത്തി കാണിച്ചുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞത്. രണ്ടാമത്തെ ഒരു ഡോക്യുമെൻ്റ് ദീഞ്ഞിത്താസ് ഇൻഫിനിത്ത എന്ന പേരിൽ, അനന്ത മാഹാത്മ്യം എന്ന പേരിൽ വിശ്വാസ പ്രബോധന സംബന്ധ മന്ത്രാലയം ഒരു ദൈവശാസ്ത്ര പ്രഖ്യാപനം നടത്തിയിരുന്നു 2024. അതിനകത്ത് ഇന്ന് മനുഷ്യൻ്റെ മാഹാത്മ്യത്തെ നഷ്ടപ്പെടുത്തുന്ന അല്ലെങ്കിൽ അതിനെ ഹനിക്കുന്ന കുറേയധികം കാര്യങ്ങളെക്കുറിച്ച് അന്ന് സഭയുടെ നിലപാട് വ്യക്തമാക്കി. ഒന്നാമത് ദാരിദ്ര്യം, യുദ്ധം, കുടിയേറ്റക്കാരുടെ അവസ്ഥ, മനുഷ്യക്കടത്ത്, ലൈംഗിക അതിക്രമം, സ്ത്രീകൾക്കെതിരായ അതിക്രമം, ഭ്രൂണഹത്യ, വാടക ഗർഭധാരണം, ദയാവധവും തുണയ്ക്കപ്പെട്ട ആത്മഹത്യയും, അത് അസിസ്റ്റഡ് സൂയിസൈഡ്, വൈകല്യങ്ങളുള്ളവരുടെ പാർശ്വവൽക്കരണം, ലിംഗസിദ്ധാന്തം, ലിംഗമാറ്റം, വിവരവിതരണ സംബന്ധമായ അതിക്രമം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് സഭയുടെ നിലപാട് നേരത്തെ തന്നെ 2024 തന്നെ അനന്തമാഹാത്മ്യം എന്ന പേരിൽ സഭ പ്രസിദ്ധപ്പെടുത്തിയിരുന്നു. ഇനി മൂന്നാമത് ഒരു ഡോക്യുമെൻ്റ് വന്നത് 2026 മാർച്ച് 4 ഏതാനും മാസങ്ങൾക്ക് മുമ്പ്
മനുഷ്യത്വമേ നീ എങ്ങോട്ടാണ് പോകുന്നത്, ക്വോ വാദിസ് ഹ്യൂമാനിത്താസ് എന്ന പേരിൽ ഒരു രേഖ പ്രസിദ്ധീകരിച്ചിരുന്നു അന്താരാഷ്ട്ര ദൈവശാസ്ത്ര കമ്മീഷൻ. അതിൽ ഇന്നത്തെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ക്രിസ്തീയ നരവംശാസ്ത്രത്തിലൂടെ മനുഷ്യരാശിയുടെ ഭാവിയെക്കുറിച്ചാണ് ഈ രേഖ ചിന്തിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും വന്നത് ഈ നിർമ്മിത ബുദ്ധിയുടെ കാലത്ത് മനുഷ്യന് ഏറ്റവും കൂടുതൽ നഷ്ടമായി പോകുന്നത് മനുഷ്യബന്ധങ്ങളാണ്. കാരണം അവൻ എപ്പോഴും ഈ നിർമ്മിത ബുദ്ധി അവൻ്റെ കമ്പ്യൂട്ടറിലോ മൊബൈലിലോ മാത്രമായിട്ട് അവൻ ഒതുങ്ങിക്കൂടുകയാണ്. അവൻ ബന്ധം സ്ഥാപിക്കുന്നത് ഇന്ന് ഇതിനകത്തുള്ള ആപ്പുകളിലേക്കാണ്. പ്രത്യേകിച്ച് ജെമിനി, അതിനോടാണ് സംസാരിക്കുന്നത്. വിഷമങ്ങൾ പറയുന്നത്, അല്ലെങ്കിൽ ഒരു ദിവസത്തെ കഥകൾ പറയുന്ന. ഇപ്പം അടുത്ത കാലത്തൊരു വീഡിയോ കണ്ട്, ഒരു പെൺകുട്ടി രാത്രി ജെമിനിയോട് സംസാരിക്കുക, എന്താണ് ഉറക്കം വരുന്നില്ല, അതുകൊണ്ട് താരാട്ട് പാട്ട് പാടിത്തരാം. അപ്പോൾ ജെമിനി ഒരു താരാട്ട് പാട്ട് ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ ചൊല്ലുകയാണ്. അപ്പോൾ ഇവൾ പറയുകയാണ് അത് ചൊല്ലിയാൽ പോരാ, പാടണമെന്ന്. അപ്പോൾ അത് വേറൊരു പാട്ടുണ്ടാക്കി വീണ്ടും ചൊല്ലുകയാണ്. ഇവൾ പല പ്രാവശ്യം പറഞ്ഞിട്ട് അത് പാടുന്നില്ല, പക്ഷേ ചൊല്ലുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇന്ന് മനുഷ്യൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ബന്ധങ്ങൾ സ്ഥാപിക്കുന്നത് ഇതുപോലെയുള്ള നിർമ്മിത ബുദ്ധിയുമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഈ രേഖ പറഞ്ഞത് മനുഷ്യവംശത്തിൻ്റെ ഭാവി സാങ്കേതിക വിദ്യയിലല്ല, മറിച്ച് മാനുഷികമായ ബന്ധങ്ങളിലാണ്. ഹ്യൂമൻ റിലേഷൻഷിപ്സാണ് ഇന്ന് മനുഷ്യരാശിയെ നിലനിർത്തുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതെന്ന് ഈ ഡോക്യുമെൻറ്റും പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു 3-4 ഡോക്യുമെൻ്റ് മനുഷ്യ മാഹാത്മ്യത്തെക്കുറിച്ച് ഇതിന് കുറച്ച് മുമ്പ് തന്നെ സഭ പടിപടിയായിട്ട് ഇങ്ങനെ കൊണ്ടുവന്നു. എന്നിട്ട് ഇപ്പോഴത് ഈ നിർമ്മിത ബുദ്ധിയുടെ കാലത്ത് എങ്ങനെ ഈ മനുഷ്യൻ്റെ അന്തസ്സിനെ സംരക്ഷിക്കണം എന്നതിനെക്കുറിച്ചാണ് ഈ ഡോക്യുമെൻ്റ് സംസാരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഈ ടൈറ്റിലിൻ്റെ അർത്ഥം നോക്കുകയാണെങ്കിൽ മാഗ്നിഫിക്ക ഹ്യൂമാനിത്താസ് എന്നത്, ഹ്യൂമാനിത്താസ് എന്നതിന് മനുഷ്യരാശി, മനുഷ്യത്വം, മാനവികത, മനുഷ്യകുലം എന്നിങ്ങനെയുള്ള അർത്ഥങ്ങൾ ഉണ്ട്. ഇനി അടുത്ത് കാണുന്ന ഒരു വാക്ക് മാഗ്നിഫിഷ്യൻ്റ് എന്നുള്ളതാണ്, മാഗ്നിഫിക്ക എന്നുള്ളതിന്. യഥാർത്ഥത്തിൽ നമ്മുടെ വത്തിക്കാൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ ഇതിൻ്റെ ഇംഗ്ലീഷ് ഈ രേഖയിൽ മാഗ്നിഫിഷ്യൻ്റ് എന്ന വാക്കല്ല ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രാൻഡ്യൂർ എന്ന വാക്കാണ്. മാഹാത്മ്യം, മഹത്വം എന്നുള്ള അർത്ഥമാണ് അതിനകത്തുള്ളത്. അതേസമയത്ത് മറ്റ് ചില ഇംഗ്ലീഷ് പതിപ്പുകളിലും ചില കാത്തലിക്കിൻ്റെ തന്നെ ചില സൈറ്റുകളിലും ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് മാഗ്നിഫിഷ്യൻ്റ് ഹ്യൂമാനിറ്റി എന്നാണ്. ആ വാക്കിൻ്റെ അർത്ഥം ഉജ്ജ്വലം, പ്രൗഢഗംഭീരമായ, മഹത്തായ, മഹനീയമായ, ശ്രേഷ്ഠമായ എന്നൊക്കെയാണ്. അപ്പോൾ എങ്ങനെയായിരുന്നാലും ഇത് ഒരുമിച്ച് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അർത്ഥം മഹത്തായ മനുഷ്യരാശി, മഹത്തായ മനുഷ്യകുലം, മഹത്തായ മനുഷ്യത്വം എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളാണ്. ഇതിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് പറയുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തന്നെ കുറേ കാര്യങ്ങൾ, അതായത് ആ ഇൻട്രൊഡക്ഷൻ നമ്മൾ വായിക്കുകയാണെങ്കിൽ ചാക്രിക ലേഖനത്തിൻ്റെ കംപ്ലീറ്റ് ഐഡിയ അതിനകത്ത് നിന്ന് കിട്ടും. ആ ഒരു രീതിയിലാണ് ആ ഇൻട്രൊഡക്ഷൻ എഴുതിയിരിക്കുന്നത്. അതിനകത്ത് ആദ്യം തന്നെ പറയുന്നുണ്ട്, ഇന്ന് മനുഷ്യവംശം ഒരു നിർണായകമായ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നു. ഒന്നുകിൽ ഒരു പുതിയ ബാബേൽ ഗോപുരം പണിയുക, അല്ലെങ്കിൽ ദൈവവും മനുഷ്യരും ഒരുമിച്ച് വസിക്കുന്ന ഒരു നഗരം പണിയുക. ഇത് പറഞ്ഞുകൊണ്ടാണ് ഈ ചാക്രിക ലേഖനം ആരംഭിക്കുന്നത്. ഇവിടെ മനുഷ്യനെ സംബന്ധിച്ച് അവൻ ജീവിക്കുന്നത്, ചരിത്രത്തിൽ നമ്മൾ നോക്കിയിരുന്നാൽ ഓരോ കാലഘട്ടത്തും അവൻ മനുഷ്യൻ്റെ അന്തസ്സ് സംരക്ഷിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ചില നാഗരികത പോലും, പല സിവിലൈസേഷൻ പോലും ഉയർന്നു വരാനുള്ളൊരു കാരണം മനുഷ്യൻ്റെ അന്തസ്സ് സംരക്ഷിക്കണമെന്നുള്ളതാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ ഓരോ കാലഘട്ടത്തിലും ഈ മനുഷ്യൻ്റെ അന്തസ്സിനെ തകർക്കുന്ന കാര്യങ്ങളും മനുഷ്യൻ തന്നെ ചെയ്യും. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് യുദ്ധം എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഒരു കാലഘട്ടത്തിലും ഈ 2 സാധ്യതകളുമുണ്ട്. ഒന്നുകിൽ മനുഷ്യരാശിയെ നിർമ്മിച്ചെടുക്കാം, അല്ലെങ്കിൽ മനുഷ്യരാശിയെ തകർത്തെറിയാനും ഈ കാലഘട്ടത്തിൽ തന്നെ നമുക്ക് കഴിയും. മനുഷ്യത്വം അതിൻ്റെ യഥാർത്ഥ സ്വത്വത്തെ നശിപ്പിക്കാൻ സാധ്യതയുള്ളപ്പോഴെല്ലാം, ഇതിൻ്റെ ഫസ്റ്റ് 1ാമത്തെ ഖണ്ഡികയിൽ അതിൻ്റെ മുഴുവനും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇങ്ങനെയാണ് പറയുന്നത്, മനുഷ്യത്വം സ്വയം തന്നെ നശിപ്പിക്കാൻ സാധ്യതയുള്ളപ്പോഴെല്ലാം നമ്മൾ ക്രിസ്ത്യാനികൾ മനുഷ്യാവതാരം ചെയ്ത ദൈവവചനത്തിൻ്റെ രഹസ്യത്തിലല്ലാതെ മനുഷ്യൻ്റെ രഹസ്യം ശരിയായി വിശദമാകുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിലേക്കാണ് നോക്കുന്നത്. ഇത് വളരെ നമുക്കറിയാം, വളരെ പ്രശസ്തമായിട്ടുള്ളൊരു കോട്ടാണ്. 2ാം വത്തിക്കാൻ കൗൺസിലിലെ സന്തോഷവും പ്രത്യാശയും എന്നതിലെ
മനുഷ്യനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഏറ്റവും, അതായത് തിയോളജിക്കൽ ആന്ത്രോപോളജി, അതിനകത്ത് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെൻറ്റൻസാണത്. മനുഷ്യ അവതാരം ചെയ്ത ദൈവവചനത്തിൻ്റെ രഹസ്യത്തിലല്ലാതെ മനുഷ്യൻ്റെ രഹസ്യം നമുക്ക് ശരിയായി മനസ്സിലാക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് കർത്താവിലേക്കാണ് നമ്മുടെ കണ്ണുകൾ ഉയർത്തുന്നത്. അപ്പോൾ നമ്മുടെ മനുഷ്യത്വം അതിൻ്റെ പരിപൂർണതയിൽ നാം മനസ്സിലാക്കുന്നത് ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിലാണ്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ക്രിസ്തുവിൻ്റെ മനുഷ്യത്വം യഥാർത്ഥ വഴിയും സത്യവും ജീവനുമായി മാറുന്നത്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഈ മഹത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക് മുന്നേറുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമായി, ഇതാണ് അതിൻ്റെ തിയോളജിക്കലായിട്ടുള്ളൊരു വശം എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഒന്നാമത്തെ ഖണ്ഡികയിൽ പറയുന്നതാണ്. ഇത് പറഞ്ഞതിന് ശേഷം അടുത്ത ഇൻട്രൊഡക്ഷനിൽ തന്നെ പോവുകയാണ്. എന്തുകൊണ്ടാണ് സാമൂഹിക പ്രബോധനം? ഇതിനകത്ത് വേറൊരു കാര്യം വന്നിട്ടുള്ളൂ. നമ്മൾ സാധാരണ പറഞ്ഞുകൊണ്ടിരുന്നത് കത്തോലിക്ക സഭയുടെ സാമൂഹിക പ്രബോധനം അല്ലെങ്കിൽ സോഷ്യൽ ടീച്ചിങ്സ് ഓഫ് ദ കാത്തലിക് ചർച്ച് എന്നാണ്. പക്ഷേ ഈ ഡോക്യുമെൻറ്റിൽ ടീച്ചിങ് ഉള്ളത് മാറ്റിയിട്ട് ഡോക്ട്രിൻ എന്ന് മാറ്റിയിരിക്കുകയാണ്. സോഷ്യൽ ഡോക്ട്രിൻ, അതായത് സാമൂഹിക വിശ്വാസ സത്യങ്ങൾ എന്ന പേര് എല്ലായിടത്തും ഉപയോഗിച്ചിരിക്കുകയാണ്. ടീച്ചിങ് എന്നുള്ളത് മാറ്റിയിട്ട് ഇപ്പോൾ ഡോക്ട്രിൻ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഖണ്ഡിക 3 എന്തിന് സഭ സാമൂഹിക വിഷയങ്ങളിൽ ഇടപെടണം? സഭയ്ക്ക് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ച് ജനങ്ങളെ നിത്യജീവിതത്തിലേക്ക് എത്തിക്കാനുള്ള മാർഗങ്ങൾ മാത്രം അന്വേഷിച്ചാൽ പോരെ? ലൗകികമായ കാര്യങ്ങളിൽ എന്തിനിടപെടണം? രാജ്യങ്ങളുടെ കാര്യങ്ങളിൽ എന്തിനിടപെടണം? യുദ്ധങ്ങളിൽ എന്തിനിടപെടണം എന്നൊക്കെയുള്ളൊരു ചോദ്യം എല്ലാ കാലത്തും, പ്രത്യേകിച്ച് റേരും നൊവാരും ഇറങ്ങിയ ആ കാലഘട്ടം മുതൽ തന്നെ സഭ അഭിമുഖീകരിക്കുന്നുണ്ട്. അന്ന് ലയോ 13 പാപ്പ ഈ ഒരു ചോദ്യത്തിനോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ്: സുവിശേഷ പ്രഘോഷണത്തിന് ആളുകളുടെ മൂർത്തമായ ജീവിതത്തെ വിസ്മരിക്കാൻ കഴിയില്ല. അതായത് അവരുടെ കോൺക്രീറ്റ് ആയിട്ടുള്ള ജീവിതം, അവരുടെ ദാരിദ്ര്യം, അവരനുഭവിക്കുന്ന അടിച്ചമർത്തലുകൾ, ഒരു രാഷ്ട്രത്തിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന തിക്താനുഭവങ്ങൾ, അവർ കടന്നു പോകുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ, ഇതിനെയൊന്നും വിസ്മരിച്ചുകൊണ്ട് സഭയ്ക്ക് നിലനിൽക്കാൻ കഴിയില്ല. സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്നത് അതിനെയും കൂടെ കണ്ടുകൊണ്ടുള്ളതാണ് എന്ന് അന്ന് തന്നെ ലയോ പാപ്പ വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് അന്ന് പറഞ്ഞത് പുതിയ കാര്യങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് അന്ന് റേരും നോവാരും, പുതിയ കാര്യങ്ങൾ കൊണ്ട് ഉദ്ദേശിച്ചത് യന്ത്രവൽക്കരണവും അന്നുണ്ടായ സാമ്പത്തിക അസമത്വമാണ്. ഇന്നത്തെ കാലത്തിലെ ഈ പുതിയ കാര്യം എന്താണ്? റെസ് നോവേ എന്ന് പറയുന്ന ഇന്നത്തെ കാലത്ത് എന്താണ്? അത് സാങ്കേതിക വിദ്യയുടെ കടന്നുകയറ്റമാണ്. സാങ്കേതിക വിദ്യയെ മനുഷ്യത്വത്തിന് വിരുദ്ധമായ ഒരു ശക്തിയായി നമ്മൾ കണക്കാക്കുന്നില്ല. മറിച്ച് ഈ സാങ്കേതിക വിദ്യ ആരംഭം മുതൽ തന്നെ മനുഷ്യവംശവുമായി ഇഴചേർന്നിരിക്കുകയാണ്. മനുഷ്യൻ ഇന്ന് ജനിച്ചു വീഴുന്നത് തന്നെ ഈ സാങ്കേതിക വിദ്യകളിലാണ്. അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി ഇതിനെ ഉപയോഗിച്ചു കൊണ്ടേയിരിക്കുന്നു. അത് അവൻ്റെ ജീവിതത്തിൻ്റെ ഓട്ടോണമി, അവൻ്റെ സ്വയംഭരണാവകാശത്തോടും ഫ്രീഡത്തോടും സ്വാതന്ത്ര്യത്തോടും എല്ലാം ബന്ധപ്പെട്ടിരിക്കുകയാണ്. നമുക്കതിനെ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് വേർതിരിച്ച് കാണാൻ കഴിയില്ല. സത്യത്തിൽ സ്നേഹമെന്ന ചാക്രിക ലേഖനത്തിൽ ബെനഡിക്ട് 16 പാപ്പ ഇത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ചാക്രിക ലേഖനത്തിൽ തന്നെ പറയുകയാണ്, നൂറ്റാണ്ടുകളായി സാങ്കേതിക വികസനം മനുഷ്യരാശിയുടെ ജീവിത സാഹചര്യങ്ങളെ ഗണ്യമായി മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ ജീവിത സാഹചര്യങ്ങളെല്ലാം മെച്ചപ്പെടുന്നതിൽ, ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിൽ, ഒരു ഡെവലപ്മെൻറ്റൊക്കെ കൊണ്ടുവരുന്നതിൽ സാങ്കേതിക വിദ്യ വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിനൊരു ശത്രുവായിട്ട് നമ്മളിന്ന് കാണുന്നില്ല. ഇന്ന് ഉദയം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകളുടെ ശക്തിയും പ്രാമുഖ്യവും ഇവിടെ അടുത്ത് വീണ്ടും പറയുകയാണ്, തീരുമാനങ്ങൾ എടുക്കുന്ന മേഖലയിൽ പോലും സ്വാധീനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ കർത്താവെ അങ്ങേക്ക് സ്തുതി എന്ന ചാക്രിക ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു സെൻറ്റൻസ് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അതായത് മനുഷ്യവംശത്തിന് തൻ്റെ മേൽ തന്നെ ഇത്ര വലിയ ശക്തി മുമ്പൊരിക്കലും നൽകപ്പെട്ടിട്ടില്ല. അത് മനുഷ്യനെന്ന് ഭയങ്കരമായിട്ടുള്ളൊരു ശക്തി നൽകപ്പെട്ടിരിക്കുകയാണ്. ടെക്നോളജിയുടെ ഒരു പവറുണ്ട്. ഈ ശക്തി ഉപയോഗിച്ച് അവന് സ്വയം എല്ലാത്തിനെയും നശിപ്പിക്കാൻ കഴിയും. അതേസമയം തന്നെ മനുഷ്യവംശത്തെ പടുത്തുയർത്താനും കഴിയും. അപ്പോൾ വളരെ വലിയൊരു ശക്തിയാണ് മനുഷ്യനിന്ന് നൽകപ്പെട്ടിരിക്കുന്നത്. പുതിയ സാങ്കേതിക വിദ്യകളുടെ അതിരുകളുടെ വ്യാപ്തി ഇപ്പോഴത്തെ ഡോക്യുമെൻ്റ് പറയുകയാണ്. ചിന്തിക്കാൻ കഴിയുമെങ്കിലും
മുഴുവനായി പ്രവചിക്കുക സാധ്യമല്ല. നിർമ്മിത ബുദ്ധി ഏത് വരെയൊക്കെ പോകും, അതിനെക്കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും, അതിനെക്കുറിച്ച് നമുക്ക് കുറേ പ്രവചനങ്ങളൊക്കെ നടത്താം. പക്ഷേ അതേസമയം തന്നെ മുഴുവനായും അത് പ്രവചിക്കുക സാധ്യമല്ല. ന്യൂക്ലിയർ എനർജി, ഇന്ന് കുറേയധികം നേട്ടങ്ങൾ മനുഷ്യനുണ്ട്. ന്യൂക്ലിയർ എനർജി, ബയോടെക്നോളജി, വിവരദാന സാങ്കേതികവിദ്യ, ഇൻഫർമേഷൻ ടെക്നോളജി, നമ്മുടെ DNA കുറിച്ചുള്ള നമ്മുടെ ജ്ഞാനം, അതുപോലെ നമ്മൾ സ്വന്തമാക്കിയിട്ടുള്ള മറ്റനേകം കഴിവുകൾ, ഇതെല്ലാം ഒരു വശത്ത് നിൽക്കുന്നു. അതേസമയം അവയെ ഉപയോഗിക്കാനുള്ള അറിവും സവിശേഷമായ സാമ്പത്തിക വിഭവങ്ങളും ഉള്ളവർക്ക് മനുഷ്യവംശത്തിന്മേലും ലോകം മുഴുവൻ്റെയും മേലും വലിയ ആധിപത്യമാണ് നൽകുന്നത്. ആരുടെ കൈകളിലാണോ ഇന്ന് ഈ ടെക്നോളജി ഉള്ളത്, ആരുടെ കൈകളിലാണോ ഈ വലിയ ഇന്നത്തെ നൂതനമായിട്ടുള്ള അറിവുള്ളത്, അവർക്ക് ലോകത്തിൻ്റെ മേൽ ആധിപത്യം പുലർത്താൻ കഴിയും. ഇന്ന് ഈ AI കമ്പനികൾ, നിർമ്മിത ബുദ്ധിയുടെ കമ്പനികൾ, അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്ന ചില വ്യക്തികൾ, ഇപ്പോൾ പ്രത്യേകിച്ച് ഇലോൺ മസ്ക് എന്നൊക്കെ പറയുന്ന ചില വ്യക്തികൾക്ക് രാജ്യത്തിൻ്റെ അതിർത്തികൾ പോലും കടന്ന് എല്ലാവരുടെ മേൽ ആധിപത്യം പുലർത്താൻ കഴിയും. അവരെ നിയന്ത്രിക്കാൻ ഇന്ന് യഥാർത്ഥത്തിൽ ആരുമില്ല. ഒരു രാഷ്ട്രങ്ങളും അവരുടെ തലപ്പത്തില്ല. അവർ സ്വതന്ത്രമായി എല്ലാ രാജ്യങ്ങളിലേക്കും കടന്നു കയറുകയും മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് കടന്നു കയറുകയൊക്കെ ചെയ്യണം. അപ്പോൾ ആരുടെ കൈകളിലാണോ സമ്പത്തുള്ളത്, ആരുടെ കൈകളിലാണോ ടെക്നോളജി ഉള്ളത്, അവരിന്ന് മനുഷ്യവംശത്തിൻ്റെ മേൽ ആധിപത്യം പുലർത്തുകയാണ്. ഇവിടെ വീണ്ടും അതിനെക്കുറിച്ച് പറയുകയാണ്. ഈ ഇത്രയും അത്ഭുതകരമായിട്ടുള്ള ഈ വലിയ നേട്ടം പ്രധാനമായും സ്വകാര്യ പക്ഷം ചേരുകയാണ്. ചില സ്വകാര്യ വ്യക്തികളുടെ കൈകളിലാണ് ഇതെല്ലാം ഇന്ന് കുമിഞ്ഞുകൂടിയിരിക്കുന്നത്. അതിൻ്റെ കുത്തക ഇന്ന് അവർക്കാണ്, രാഷ്ട്ര തലവന്മാർക്കല്ല. ചില സ്വകാര്യ വ്യക്തികളുടെ കൈകളിലേക്ക് ഇന്ന് സാങ്കേതിക വിദ്യ നൽകപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിർണായകമായ ചോദ്യങ്ങൾ നമ്മുടെ മുന്നിൽ നിന്നുണ്ട്. നമ്മളിന്ന് എവിടേക്കാണ് പോകുന്നത്? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തും? ഏത് ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ സ്വയം നയിക്കാൻ ആഗ്രഹിക്കുന്നത്? നാശത്തിലേക്കാണോ നമ്മൾ പോകുന്നത്, അതോ മനുഷ്യവംശത്തെ നമ്മൾ നിർമ്മിച്ചെടുക്കുകയാണോ? ഒരു ജനത എന്ന നിലയിലും ഒരു മനുഷ്യ സമൂഹം എന്ന നിലയിലും നാം ഏത് ദിശയാണ് തിരഞ്ഞെടുക്കുന്നത്? ഇത് നിർണായകമായ ചോദ്യങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ട്. ഇത് കഴിയുമ്പോൾ വളരെയധികം നമ്മുടെ ഇതിനകത്ത് ചർച്ച ചെയ്തിട്ടുള്ള, സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ടുള്ള ഒരു കാര്യമുണ്ട്. ലയോ പാപ്പ 2 ബൈബിൾ ബിംബങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഒന്നാമത്തേത് ബാബേൽ ഗോപുരത്തിൻ്റെ നിർമ്മാണമാണ്. അത് ഉൽപ്പത്തിയുടെ പുസ്തകം 11-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. രണ്ടാമത് ജെറുസലേമിൻ്റെ മതിലുകളുടെ പുനർനിർമ്മാണം, നെഹമ്യായുടെ പുസ്തകം 2 മുതൽ 6 വരെയുള്ള അധ്യായങ്ങൾ. ഇത് അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ഇടയ്ക്ക് വീണ്ടും ലയോ പാപ്പ ഇതിനെക്കുറിച്ച് വീണ്ടും സൂചിപ്പിക്കും. ഏറ്റവും അവസാനം വരെയും ഈ 2 ബിംബങ്ങൾ ലയോ പാപ്പ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇതിലൊന്ന് ബാബേൽ ഗോപുരത്തിൻ്റെ നിർമ്മാണം. ഇത് വളരെ 2 പ്രധാനപ്പെട്ട ഇമേജുകളാണ്. നമുക്കൊരു പക്ഷേ ഇന്ന് നമുക്ക് വളരെ നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന 2 പ്രധാനപ്പെട്ട ആശയങ്ങളായിട്ട്, നമ്മുടെ ഒരു ജീവിത ശൈലിയായിട്ട് തന്നെ ഇതിനെ കാണാൻ കഴിയും. ഒന്ന് ബാബേൽ ഗോപുരത്തിൻ്റെ നിർമ്മാണമാണ്. നോഹയുടെ പുത്രന്മാരുടെ വംശാവലി അവതരിപ്പിച്ച് കഴിഞ്ഞിട്ട് തൊട്ട് പിന്നാലെ മനുഷ്യരാശിയുടെ ഉത്ഭവത്തിൽ ഈ ഒരു സംഭവം നമുക്ക് കാണാൻ കഴിയും. ഇതൊരു കഥ പോലെ അവിടെ നമുക്ക് കാണാൻ കഴിയും. ഷീനാർ ദേശത്ത് ജനങ്ങളെല്ലാവരും ഒരുമിച്ച് താമസമാക്കി. അവിടെ ആളുകളെല്ലാവരും കൂടി ഒരു പട്ടണവും ആകാശം മുട്ടുന്ന ഒരു ഗോപുരവും നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇനി അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ അവർക്കൊരു ഭയം ഉണ്ടായിരുന്നു. അതായത് ഭൂമിയിലുടനീളം നമ്മൾ ചിതറിക്കിടക്കും എന്ന ഒരു ഭയത്തിൽ നിന്നാണ് അവർക്ക് വേണ്ടിയായിട്ട് ഒരു ഗോപുരം, ഒരു പട്ടണം അവർ നിർമ്മിക്കാൻ അവരാഗ്രഹിക്കുന്നത്. അവർ തങ്ങൾക്ക് സ്ഥിരതയും ശക്തിയും ഉറപ്പാക്കാൻ ശ്രമിച്ചു. എല്ലാറ്റിനുമുപരി തങ്ങൾക്കൊരു പേരുണ്ടാക്കാൻ, അതായത് കാലങ്ങളോളം ജനതകളുടെ ഇടയിൽ നമ്മൾ അറിയപ്പെടണം എന്ന ഒരു ആഗ്രഹം അവർക്കുണ്ടായിരുന്നു. ഒരു അർത്ഥത്തിൽ നോക്കുമ്പോൾ ഇതൊരു ശ്രദ്ധേയമായിട്ടുള്ളൊരു നേട്ടമാണ്. അവർ ഒരു പട്ടണം ഒരുമിച്ച് പണിയുന്നു, ഒരു വലിയ ഗോപുരം പണിയുന്നു എന്ന് നോക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവിടെ ഒരൊറ്റ ഭാഷയേ ഉള്ളൂ, ഒരൊറ്റ സാങ്കേതിക വിദ്യ. അവർ കല്ലുകൊണ്ട് അത് നിർമ്മിക്കുന്നു. കുമ്മായത്തിന് പകരം കീലുപയോഗിക്കുന്നു. അപ്പോൾ പുതിയൊരു സാങ്കേതിക വിദ്യ, ഒരൊറ്റ ദിശ. എന്നിരുന്നാലും
ഈ പദ്ധതി ഒരു വലിയ അപകടം പൊളിച്ചു വച്ചു. അതായത് ദൈവത്തെ പരാമർശിക്കാതെ വിഭാവനം ചെയ്ത ഒരു പദ്ധതിയായിരുന്നു ഇത്. ഇവരവിടെ നോക്കിയത് വൈവിധ്യങ്ങൾ ഇല്ലാതാക്കാനാണ്. അതായത് ഒരു കോമൺ ലാംഗ്വേജ് വരണം, ഒരു ടെക്നോളജി വരണം, നമുക്കെല്ലാവർക്കും ഒരു ലക്ഷ്യം ഉണ്ടാകണം, നമ്മളെല്ലാവരും ഒരുമിച്ച് പോകണം എന്നുള്ള ലക്ഷ്യം ഉണ്ടായിരുന്നു. നല്ലൊരു ഉദ്ദേശം തന്നെയാണ്. പക്ഷേ ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു പദ്ധതിയായിരുന്നു. രണ്ടാമത് അവർക്കുണ്ടായിരുന്ന ഒരു പ്രശ്നം വൈവിധ്യങ്ങളെ, ഡൈവേഴ്സിറ്റിയെ ഇല്ലാതാക്കുക എന്നുള്ള ഒരു യൂണിറ്റി, അതായത് ഒരു ഏകീകൃതവൽക്കരണം അവരെന്ന് ആഗ്രഹിച്ചു. ഒരു നഗരം അഭിമാനത്തിലും സ്വയം പര്യാപ്തതയ്ക്കുമുള്ള അവകാശവാദത്തിലും നിർമ്മിക്കപ്പെടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ആശയവിനിമയം തകരുന്നു, ഭാഷകൾ ആശയക്കുഴപ്പത്തിലാകുന്നു. ആ ബാബേൽ ഗോപുര നിർമ്മാണത്തിൻ്റെ അവിടെ ദൈവം ഇടപെട്ടിട്ട് പിന്നെ അവരെ ചിതറിക്കുന്നു, അവരുടെ ഭാഷകൾ വ്യത്യസ്തമാക്കുന്നു. അതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഒരുമിച്ച് ഏകീകൃതമാകാൻ വേണ്ടി അവർ ആഗ്രഹിച്ചു, അത് ദൈവത്തെ കൂടാതെയാണ്. അപ്പോഴവർക്ക് സംഭവിച്ചത് അവർ ഒരുമിച്ച് വരുന്നതിന് പകരം ചിതറിക്കപ്പെട്ടു. അവരുടെ ഭാഷകൾ തമ്മിൽ ആശയക്കുഴപ്പത്തിലായി, ആർക്കും പരസ്പരം മനസ്സിലാകാൻ കഴിയാത്തതായി. ഐക്യമല്ല, മറിച്ച് ചിതറിക്കിടക്കലാണ് അതിൻ്റെ ഫലമായി ഉണ്ടായത്. അപ്പോൾ തങ്ങളെ തന്നെ ഒന്ന് ഉയർത്തി കാണിക്കാൻ, സ്വയം സ്ഥിരീകരണത്തിൽ നിന്ന് കാര്യക്ഷമതയ്ക്കായി ഉയർന്നു വരുന്ന മനുഷ്യാന്തസ്സിനെ തള്ളിക്കളയുന്ന, ദൈവത്തിൻ്റെ അനുഗ്രഹമില്ലാതെ സ്വർഗത്തിലെത്താൻ ആഗ്രഹിക്കുന്ന ഏതൊരു ശ്രമത്തിൻ്റെയും പരിധികൾ ബാബേൽ ഗോപുരത്തിൻ്റെ നിർമ്മാണം വെളിപ്പെടുത്തുകയാണ്. ദൈവത്തെ കൂടാതെ ഒരു മനുഷ്യ സമൂഹത്തെ നിർമ്മിച്ചെടുക്കാൻ സാധിക്കുകയില്ല. രണ്ടാമത്തെ ബൈബിളിലെ ഈ ബിംബം നെഹെമ്യായ ജെറുസലേം നഗരത്തിൻ്റെ മതിലുകൾ പുതുക്കി പണിയുന്ന സംഭവമാണ്. അവിടെ ഇതിനേക്കാളും നേരെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ കാണും. അവിടെ നെഹെമ്യ ആദ്യം ഉപവസിക്കും, എന്നിട്ട് പ്രാർത്ഥിക്കും, ജനങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കും. അതിനുശേഷം അസീറിയ രാജാവിനോട് ജെറുസലേമിലേക്ക് മടങ്ങിപ്പോകാൻ അനുവാദം ചോദിക്കും. ഇനി ജെറുസലേമിലെത്തുമ്പോൾ അവിടെ നശിപ്പിക്കപ്പെട്ട പ്രദേശങ്ങൾ നിശബ്ദമായി നെഹെമ്യ പരിശോധിച്ചു. മുകൾ തട്ടിൽ നിന്ന് തീരുമാനങ്ങൾ താഴെ തട്ടിലേക്ക് അടിച്ചേൽപ്പിക്കുകയല്ല അദ്ദേഹം ചെയ്തത്. മറിച്ച് കുടുംബങ്ങളെയെല്ലാം വിളിച്ചുകൂട്ടി ഓരോരുത്തർക്കും മതിലിൻ്റെ ഓരോ ഭാഗം പുനർനിർമ്മിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു. അവരുടെ ആശങ്കകൾ ശ്രദ്ധാപൂർവം കേട്ടു, അവരുടെ പരിശ്രമങ്ങളെ ഏകോപിപ്പിച്ചു, ഉണ്ടായ എതിർപ്പിനെ അഭിസംബോധന ചെയ്തു. ഒരു മനുഷ്യൻ്റെ പരിശ്രമത്തിലൂടെയല്ല, മറിച്ച് എല്ലാവരുടെയും പങ്കിട്ട ഉത്തരവാദിത്വത്തിലൂടെ. ഈ വാക്കും പല പ്രാവശ്യം ഈ ചാക്രിക ലേഖനത്തിൽ ആവർത്തിക്കുന്നുണ്ട്. അതായത് ഷെയർഡ് റെസ്പോൺസിബിലിറ്റി എന്നുള്ളതാണ്. കൂട്ടുത്തരവാദിത്വം എന്നൊക്കെ പറയാം, പങ്കിട്ട ഒരു ഉത്തരവാദിത്വം. ഇത് പല പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട് ഈ ചാക്രിക ലേഖനത്തിൽ. അപ്പോൾ ഒരു മനുഷ്യൻ ഒറ്റയ്ക്കല്ല, മറിച്ച് എല്ലാവരും കൂടെ ഒരുമിച്ചാണ് ഈ നഗരം പണിതുയർത്തുന്നത്. പുരുഷന്മാരും സ്ത്രീകളും പുരോഹിതന്മാരും കരകൗശല വിദഗ്ധരും കുടുംബത്തലവന്മാരും യുവാക്കളും എല്ലാവരും ഇതിൽ അവരുടേതായ പങ്ക് വഹിക്കുന്നു. ദൈവത്തെ കേന്ദ്രത്തിൽ നിർത്തുന്ന രീതിയാണിത്. കാരണം ആദ്യം നെഹെമ്യ പ്രാർത്ഥിക്കുകയാണ്, അതിനുശേഷമാണ് പ്രവർത്തനത്തിലേക്ക് പോകുന്നത്. കല്ലുകൾ ഉപയോഗിച്ച് ഈ നഗരം പുനർനിർമ്മിക്കുന്നതിന് മുമ്പ് ആദ്യം അദ്ദേഹം ബന്ധങ്ങളാണ് പുനർനിർമ്മിക്കുന്നത്. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി കുടുംബാംഗങ്ങളെയൊക്കെ ശക്തിപ്പെടുത്തി ഹ്യൂമൻ റിലേഷൻഷിപ്സാണ് ആദ്യം വളർത്തുന്നത്. അങ്ങനെ പുരാതന ജെറുസലേം ഒരു പൊതുഭാഷ വീണ്ടും കണ്ടെത്തി. അത് ഏകീകൃതയുടെ ഭാഷയല്ല, അതായത് യൂണിറ്റിയുടെ ഒരു ഭാഷ, യൂണിഫൈഡ് ആയിട്ടുള്ളൊരു ഭാഷയല്ല, മറിച്ച് കൂട്ടായ്മയുടെ ഭാഷയാണ്. ഏത് ഭാഷ സംസാരിക്കുന്നവരായാലും അവർ ദൈവത്തെ സെൻറ്ററിലാക്കി, മധ്യത്തിലാക്കി ഒരുമിച്ച് നിൽക്കാൻ കഴിയുമ്പോൾ അവിടെ ഒരു പുതിയൊരു ഭാഷ രൂപം കൊള്ളും. അവിടെ എല്ലാ വ്യക്തികളും സ്വന്തം പങ്കേറ്റെടുക്കുകയും അവരുടെ ശക്തി കർത്താവിൽ നിന്നാണെന്ന് തിരിച്ചറിയുകയും ചെയ്യും. അവിടെയാണ് ഒരു പുതിയ ഐക്യം രൂപം കൊള്ളുന്നത്. ഇപ്പോൾ ഫലം നൽകാനാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. മനുഷ്യന് വ്യത്യസ്തങ്ങളായിട്ടുള്ള താലന്തുകൾ ദൈവം നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ, സാങ്കേതിക വിദ്യയുടെ വികാസം. അത് ദൈവം കൊടുത്ത താലന്ത് ഉപയോഗിച്ച് മനുഷ്യൻ ചെയ്യുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ പൊതുഭവനമായ ഭൂമിയെ സുഖപ്പെടുത്താനും ബന്ധിപ്പിക്കാനും പഠിപ്പിക്കാനും സംരക്ഷിക്കാനും മനുഷ്യന് അതിലൂടെ കഴിയും. അതേസമയം തന്നെ ഈ സാങ്കേതിക വിദ്യ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമല്ല. ഒരു പരിധിവരെ അത് ഗുണകരമാണ്. അതേസമയം
എല്ലാ പ്രശ്നങ്ങൾക്കും ഇതൊരു പരിഹാരമല്ല. അതുകൊണ്ട് സാങ്കേതിക വിദ്യ വേണോ വേണ്ടയോ എന്നുള്ളതല്ല ഇവിടുത്തെ ചോദ്യം. മറിച്ച് ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ബാബേൽ ഗോപുരം നിർമ്മിക്കണമോ അതോ ജെറുസലേം നഗരം പുനർനിർമ്മിക്കണമോ എന്നതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അതുകൊണ്ട് ലെയോ പാപ്പ പറയുകയാണ്, ബാബേൽ സിൻഡ്രോം നമുക്ക് ഉപേക്ഷിക്കാം. അതായത് ദൈവത്തെ കൂടാതെ വ്യത്യസ്തതകളെ അംഗീകരിക്കാതെ ഒരുമിച്ച് വന്ന് നമുക്ക് നമ്മുടെ പേരും പ്രശസ്തിയും നിലനിർത്താൻ വേണ്ടി ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഒരു നഗരം പണിതുയർത്തുകയല്ല. അതിൻ്റെ ബാബേൽ സിൻഡ്രോം നമുക്ക് ഉപേക്ഷിക്കാം. മറിച്ച് നെഹമിയായുടെ വഴി നമുക്ക് തിരഞ്ഞെടുക്കാം. അത് സിനഡാത്മകതയുടെ വഴിയാണ്. നമ്മൾ വർഷങ്ങളായിട്ട്, ഇപ്പം കുറച്ച് വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ കാര്യം, ഒരുമിച്ച് യാത്ര ചെയ്യുന്ന സിനഡാത്മകതയുടെ പരിശീലനം. അത് സിനഡിൻ്റെ പ്രിപ്പറേറ്ററി ഡോക്യുമെൻറ്റിലും അതിന് ശേഷം വന്ന കൈപ്പുസ്തകത്തിലെല്ലാം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഓരോരുത്തരും തങ്ങളുടേതായിട്ടുള്ള ഭാഗം നിർവഹിക്കുന്നു. അതുപോലെ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞല്ലോ, റോമിലെ മെത്രാന് മറ്റുള്ള എല്ലാവരിൽ നിന്നും എന്തെങ്കിലും പഠിക്കാനുണ്ട്, അതുപോലെ മറ്റുള്ള എല്ലാവർക്കും പരസ്പരം പഠിക്കാനുണ്ട്. അപ്പോൾ ഓരോരുത്തരും തങ്ങളുടേതായിട്ടുള്ള ഭാഗം ചെയ്യുന്ന സിനഡാത്മകതയുടെ ശൈലിയാണ് നെഹമിയായുടെ വഴി. ക്രിസ്ത്യാനികളായ നമുക്ക് ഇന്നത്തെ നഗരങ്ങളിൽ സമാധാനപരവും നീതിയുക്തവും മാന്യവുമായൊരു സമൂഹ ജീവിതം വളർത്തിയെടുക്കുന്നതിനായി ഒരുമിച്ച് പ്രവർത്തിക്കാനാണ് ദൈവം ഇന്ന് നമ്മെ ക്ഷണിക്കുന്നത്. അത് കഴിഞ്ഞ് പൊതുനന്മ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വളരെ ആവർത്തിക്കുന്ന അടുത്ത ഒരു ആശയം പൊതുനന്മ എന്നുള്ളതാണ്. ഈ പൊതുനന്മയെ നിർമ്മിച്ചെടുക്കാൻ എന്ത് ചെയ്യണം? 4 വഴികളാണ് ലയോ പാപ്പ പറയുന്നത്. പൊതുനന്മ, കോമൺ ഗുഡ്. ഒന്നാമത്തേത് ദൈവവുമായുള്ള ബന്ധം നിർമ്മിക്കുക. വിശുദ്ധ അഗസ്റ്റിൻ പറഞ്ഞിട്ടുള്ള സെൻറ്റൻസ് പാപ്പ ഇവിടെ ഉദ്ധരിച്ചിട്ടുണ്ട്. കർത്താവെ, അങ്ങ് ഞങ്ങളെ അങ്ങേക്ക് വേണ്ടി സൃഷ്ടിച്ചു, അങ്ങിലെത്തുന്നത് വരെ ഞങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാണ്. അപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവവുമായി ബന്ധത്തിലാകാൻ വേണ്ടിയാണ്, ദൈവവുമായി ഇഴപിരിയാത്ത ഒരു കൂട്ടായ്മയിലാകാൻ വേണ്ടിയാണ്. അതാണ് യേശുനാഥൻ പറഞ്ഞ ജീവൻ്റെ പൂർണ്ണത. ഞാൻ വന്നിരിക്കുന്ന ജീവൻ സമൃദ്ധമാകാൻ വേണ്ടി. ദൈവം മനുഷ്യനെ വിളിക്കുന്നത് താനുമായി ബന്ധം സ്ഥാപിക്കാനും അതുവഴി ജീവൻ്റെ പൂർണിമ സ്വന്തമാക്കാനും വേണ്ടിയാണ്. അതുകൊണ്ട് പൊതുനന്മ നിർമ്മിച്ചെടുക്കാൻ ആദ്യം ദൈവവുമായി ബന്ധം സ്ഥാപിക്കുക. നെഹമ്യാ ചെയ്ത അതാണ്. ആദ്യം അദ്ദേഹം ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, ജനത്തിന് വേണ്ടി മധ്യസ്ഥത വഹിച്ചു. രണ്ടാമത്, മനുഷ്യവംശത്തിൻ്റെ പരിമിതികളെയും ബലഹീനതകളെയും അംഗീകരിക്കുക. അവ പരിഹരിക്കപ്പെടേണ്ട തെറ്റുകളല്ല. ഇന്ന് മനുഷ്യൻ തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരു കാര്യം, ഇത് വീണ്ടും ചാക്രിക ലേഖനം ചർച്ച ചെയ്യും ഒരു വിഷയം. അതായത് മനുഷ്യനുണ്ടാകുന്ന രോഗങ്ങൾ, അവൻ്റെ മരണം, ജന്മനാ ഉള്ള വൈകല്യങ്ങൾ, ഇങ്ങനെയുള്ളതെല്ലാം എറേഴ്സായിട്ട് മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന കുറേ തെറ്റുകളായിട്ടാണ് മനുഷ്യൻ കാണുന്നത്. എന്നാൽ അങ്ങനെയുള്ള തെറ്റല്ല ഇത് മനുഷ്യനുണ്ടാകുന്ന സ്വാഭാവികമായ പരിമിതികളാണ്. അതുകൊണ്ട് ഈ പരിമിതികളെ നമ്മൾ അംഗീകരിച്ചേ പറ്റുകയുള്ളൂ. ഇതിനെ മറികടക്കാമെന്നുള്ള വ്യാമോഹം നമ്മൾ ഉപേക്ഷിക്കണം. അപ്പോൾ നേരത്തെ പറഞ്ഞ സ്വകാര്യ വ്യക്തികൾ, സമ്പത്തുള്ളവർ, ടെക്നോളജി കയ്യിലുള്ളവർ ഈ ചില തെറ്റുകളെന്ന് പറയുന്നത് അല്ലെങ്കിൽ ബലഹീനതകളെ പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കും. മരണത്തെ അതിജീവിക്കാനുള്ള മരുന്ന് കണ്ടുപിടിക്കാനും, അല്ലെങ്കിൽ രോഗത്തെ അതിജീവിക്കാനുള്ള DNA വരുത്തുന്ന മാറ്റങ്ങളും, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാം തികഞ്ഞ ഒരു മനുഷ്യനെ രൂപപ്പെടുത്തുക എന്നൊക്കെയുള്ള ചില ആശയങ്ങളൊക്കെ ഇന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള തെറ്റായിട്ടുള്ള വഴിയിലോട്ട് നമ്മൾ പോകരുത്. മറിച്ച് ഈ ബലഹീനതകളെ അംഗീകരിച്ച് ഒരുമിച്ച് വളരുക എന്നതാണ് പ്രധാനം. മൂന്നാമതായി, ഓരോരുത്തരും തങ്ങളുടേതായ ഭാഗം ചെയ്യുക. ഓരോരുത്തരും തങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യുക. ഇവിടെ ഒരാൾ എല്ലാ ഭാരം വഹിക്കണം എന്നല്ല. അതുപോലെ തന്നെ എന്തെങ്കിലും ചെയ്യാൻ കഴിയാത്തവരായിട്ടും ആരുമില്ല. എല്ലാവർക്കും എന്തെങ്കിലും ചെയ്യാൻ കഴിയും. ബലഹീനതയിലാണ് ശക്തി പ്രകടമാകുന്നത്. ശാസ്ത്രജ്ഞർ, ഗവേഷകർ, സംരംഭകർ, തൊഴിലാളികൾ, അധ്യാപകർ, നിയമനിർമ്മാണം നടത്തുന്നവർ, ജനപ്രിയ മുന്നേറ്റങ്ങൾ, വിശ്വാസി സമൂഹങ്ങൾ തുടങ്ങിയവർ തങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന തങ്ങളുടേതായിട്ടുള്ള ഭാഗം നിർവഹിക്കണം. നാലാമത്, പൊതുനന്മ നിർമ്മിച്ചെടുക്കാൻ സുവിശേഷത്തിൻ്റെ ഭാഷ ആവശ്യമാണ്.
സുവിശേഷത്തിൻ്റെ ഭാഷ എന്താണ്? അത് മനുഷ്യ വ്യക്തിയുടെ മാഹാത്മ്യം ഉയർത്തിപ്പിടിക്കലാണ്. വസ്തുക്കളുടെ സാർവത്രിക ലക്ഷ്യം, അതായത് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള വസ്തുക്കൾ എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് എന്ന പ്രിൻസിപ്പിൾ, ദരിദ്രരോടുള്ള മുൻഗണനാപരമായ താൽപ്പര്യം, നമ്മുടെ പൊതുഭവനമായ ഈ ഭൂമിയെ സംരക്ഷിക്കൽ, സമാധാനം സ്ഥാപിക്കൽ, ഇതെല്ലാമാണ് സുവിശേഷത്തിൻ്റെ ഭാഷ. അപ്പോൾ പൊതുനന്മയെ നിർമ്മിച്ചെടുക്കാൻ നമ്മൾ ഇന്ന് ഈ ഭാഷയാണ് സംസാരിക്കേണ്ടത്. ഇനി ഈ ഒരു നിർമ്മിത ബുദ്ധിയുടെ കാലഘട്ടത്ത് നമ്മൾ മനുഷ്യരായി തന്നെ നിലനിൽക്കുക എന്ന് ലയോ പാപ്പ പറയുന്നു. ഇവിടെ നിർമ്മിത ബുദ്ധി ഇങ്ങനെ വളരെയധികം വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം മനുഷ്യത്വരഹിതവൽക്കരണമാണ്, ഡീഹ്യൂമനൈസേഷനാണ്. മനുഷ്യനല്ലാതാവുകയാണ് അവർ ചെയ്യുന്നത്. അവിടെ നമ്മൾ പ്രൊഫൗണ്ട്ലി ഹ്യൂമൻ ബീയിങ് ആയിട്ട്, അതാണ് ഉപയോഗിച്ചിരുന്ന വാക്ക്, അതായത് ആഴത്തിൽ, നമ്മുടെ അന്തസത്തയുടെ ആഴത്തിൽ മനുഷ്യരായി തുടരുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. നമുക്ക് നൽകപ്പെട്ടതും ക്രിസ്തു അതിൻ്റെ പൂർണ്ണതയിൽ വെളിപ്പെടുത്തിയതുമായ മാനുഷികതയുടെ മാഹാത്മ്യം നമ്മൾ സംരക്ഷിക്കണം. ഒരു യന്ത്രത്തിനും പകരം വയ്ക്കാൻ കഴിയാത്ത മഹത്വം ആണിത്. അത് ഒരു പ്രധാനപ്പെട്ട ആശയം ഇതാണ്. നമ്മുടെ ഹ്യൂമാനിറ്റിയെ ഒരു സാങ്കേതിക വിദ്യയ്ക്കും പകരം വയ്ക്കാൻ കഴിയുകയില്ല. അതിന് പകരമായിട്ട് ഒന്നും നമുക്ക് കൊണ്ടുവരാൻ കഴിയില്ല. ഇത് നമ്മുടെ മനുഷ്യ അന്തസ് എന്ന് പറയുന്നത് അന്യാധീനപ്പെടുത്താൻ കഴിയാത്തത്, അല്ലെങ്കിൽ അമൂല്യമായത്, ഒന്നിനും കൈവശപ്പെടുത്താൻ കഴിയാത്ത അനന്തമായ മാഹാത്മ്യമാണ്. അതിനെ നമ്മൾ സംരക്ഷിക്കണം. ഒരു ടെക്നോളജിക്കും അതിന് പകരം നിൽക്കാൻ കഴിയില്ല. എൻ്റെ ഒന്നാമത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോൾ സുവിശേഷത്തോടുള്ള വിശ്വസ്തമായ ഒരു ചലനാത്മക സമീപനം, ഇങ്ങനെയാണ് അധ്യായത്തിൻ്റെ തലക്കെട്ട്. അതിൽ പ്രധാനമായിട്ടും മനുഷ്യ ചരിത്രത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു സഭയെ ആദ്യം കാണും. അതായത് സഭ ചരിത്രത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമല്ല, ചരിത്രത്തിലേക്ക് ഇറങ്ങി ചരിത്രത്തോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു മനുഷ്യരുടെ കൂട്ടായ്മയായിട്ട് സഭയെ നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ മനുഷ്യശാസ്ത്രങ്ങളുമായിട്ടുള്ള സംവാദത്തിൽ ദൈവവചനത്തിൻ്റെ ജ്ഞാനം, അതായത് സഭ ഇന്ന് ദൈവവചനം പ്രസംഗിക്കുന്നു, അതോടൊപ്പം തന്നെ ചരിത്രത്തിൽ ഇടപെടുന്നത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ശാസ്ത്രശാഖകളിൽ നിന്ന് അറിവ് ശേഖരിച്ചുകൊണ്ടാണ്. സൈക്കോളജി ഇന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ സാമൂഹിക ശാസ്ത്ര വിഷയങ്ങൾ ഇന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ പുതിയ ആന്ത്രോപോളജി, നരവംശാസ്ത്രം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം സഭ സ്വീകരിച്ചുകൊണ്ടാണ് സഭ സാമൂഹിക വിശ്വാസ സത്യങ്ങൾ ഇന്ന് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങൾ, അതായത് എങ്ങനെയാണ് സഭ ഇന്ന് ഈ സമൂഹത്തിൽ ഇടപെടുന്നത് എന്നതിനെക്കുറിച്ച് ഒന്നാമത്തെ അധ്യായം സൂചിപ്പിക്കുന്നു. മനുഷ്യ ചരിത്രത്തിലൂടെ സഭ ഇന്ന് സഞ്ചരിക്കുകയാണ്. മനുഷ്യ കുടുംബം മുഴുവനുമായി സഭ ഐക്യത്തിൻ്റെ അടയാളമായി നിലകൊള്ളുന്നു. ജനതകളുടെ പ്രകാശത്തിൽ ആ പ്രധാനപ്പെട്ട ആശയമാണ് ഇതായിട്ട് വരുന്നത്. അതായത് സഭ ഇന്ന് ലോകത്തിൽ രക്ഷയുടെ അടയാളമായി, രക്ഷയുടെ കൂദാശയായി, ഐക്യത്തിൻ്റെ അടയാളമായി നിലകൊള്ളുകയാണ്. സമകാലിക മനുഷ്യനെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും സഭ സജീവമായി അതിനെ ശ്രവിച്ചുകൊണ്ടും സംഭാഷണത്തിൽ ഏർപ്പെട്ടുകൊണ്ടും ലോകത്തിന് സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം ഈ ഒരു കാര്യം. ഇത് ഗൗതീം എത്ത് സ്പെസ് എന്ന് പറയുന്ന പാസ്റ്ററൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ വളരെ വിശദമായി ചർച്ച ചെയ്യുന്ന കാര്യമാണ്. അതായത് മനുഷ്യനെ സംബന്ധിക്കുന്ന, ഈ ഭൂമിയെ സംബന്ധിക്കുന്ന സകല വിഷയങ്ങളിലും സഭ ഇടപെടും. സഭയ്ക്ക് അവിടെയെല്ലാം സംസാരിക്കാൻ പല കാര്യങ്ങൾ ഉണ്ട്. സൃഷ്ടിയുടെ സ്വാഭാവികമായ നന്മയെ പരിരക്ഷിക്കാനും വളർത്താനും പൂർണ്ണതയിലെത്തിക്കാനും സഭ പരിശ്രമിക്കുന്നു. ഇത് പൗലോസ് അപ്പോസ്തലൻ്റെ റോമാക്കാർക്ക് ലേഖനത്തിലൊരു വാക്യമാണ്. അതായത് സൃഷ്ടി അതിൻ്റെ പൂർണ്ണതയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ജീർണതയിൽ നിന്ന് യേശുവിൻ്റെ രണ്ടാം വരവിൽ അത് മോചനം പ്രാപിക്കും. അപ്പോൾ സൃഷ്ടിക്കപ്പെട്ടതെല്ലാം മനുഷ്യനുൾപ്പെടെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെ സംരക്ഷിക്കുക എന്നത് സഭയുടെ കടമയാണ്. അതുകൊണ്ട് എല്ലാ മനുഷ്യ വ്യക്തികളുടെയും അനന്തമാഹാത്മ്യം പരിരക്ഷിച്ചും എല്ലാവരുടെയും നന്മയ്ക്കായി പ്രവർത്തിച്ചുകൊണ്ടും സഭ ലോകത്തിൽ സേവനം ചെയ്യുന്നു. അവിടെ ദൈവം മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിക്കുന്നുണ്ട്.
ഇവിടെ ഈ സാമൂഹ്യ ചാക്രിലേഖനം ഇപ്പോൾ സഭ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റമാണോ എന്നൊരു ചോദ്യം അവിടെയുണ്ട്. അതിനൊരു ജസ്റ്റിഫിക്കേഷൻ പോലെ ഇവിടെ ലയോ പാപ്പ പറയുകയാണ്, ദൈവം എല്ലാ കാലത്തും മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിക്കുന്നു. അതുകൊണ്ട് സഭയും ഇന്ന് എല്ലാവരുടെയും സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നുണ്ട്. അതിനെ ഉപയോഗിക്കുന്ന സ്വയം ഭരണാവകാശം, ഓട്ടോണോമസ് അതോറിറ്റി, ഓരോരുത്തർക്കും തങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം ഉണ്ട്. എല്ലാ സ്ത്രീ പുരുഷന്മാർക്കും ഉണ്ട്. സഭയ്ക്ക് സഭയുടേതായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. രാഷ്ട്രത്തിന് രാഷ്ട്രത്തിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശവും ഉണ്ട്. ഇനി ഇവിടെ ഈ അവകാശങ്ങളെ, അതായത് സ്വയം ഭരണാവകാശത്തെ സംരക്ഷിക്കാനും വളർത്താനും ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സഭ ഇന്ന് ഈ രാഷ്ട്രങ്ങൾക്ക് ചെയ്തു കൊടുക്കും. അവിടെ നല്ല ഒരു സമരിയക്കാരനെ പോലെ രാഷ്ട്രങ്ങളോട് സഭ ചേർന്ന് നിൽക്കും എന്ന് ഈ ഡോക്യുമെൻ്റ് പറയും. എന്താണ് ഈ സ്വയം നിർണയാവകാശം? അതിവിടെ വീണ്ടും ഈ ഡോക്യുമെൻ്റ് വിശദീകരിക്കുന്നുണ്ട്. അത് സന്തോഷവും പ്രത്യാശയും എന്ന പ്രമാണരേഖ 36-ാമത്തെ ഖണ്ഡികയിൽ എന്താണതെന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഭൗതിക വസ്തുക്കളുടെ സ്വയം നിർണയാവകാശം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാകുന്നത്? അതായത് സൃഷ്ടവസ്തുക്കൾക്ക് അഥവാ സമൂഹങ്ങൾക്ക്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രമായിരിക്കാം, അല്ലെങ്കിൽ ഒരു സാമൂഹിക സംഘടന ആയിരിക്കാം, സൃഷ്ടവസ്തുക്കൾ അല്ലെങ്കിൽ സമൂഹങ്ങൾക്ക് തന്നെയും മനുഷ്യർ ക്രമേണ പഠിക്കേണ്ടതും ക്രമപ്പെടുത്തേണ്ടതുമായ സ്വകീയമായ നിയമങ്ങൾ, അവരുടേതായിട്ടുള്ള നിയമങ്ങളും മൂല്യങ്ങളും ഉണ്ടായിരിക്കുക എന്നതാണ് സ്വയം നിർണയാവകാശം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്നെ പൂർണ്ണതയിലേക്ക് നയിക്കാനുള്ള കാര്യങ്ങൾ വിവേചനപൂർവം തിരഞ്ഞെടുക്കാനുള്ള അവകാശം എനിക്കുണ്ട്. ഒരു സമൂഹത്തെ സംബന്ധിച്ച് സമൂഹത്തിൻ്റെ പൊതു നന്മയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കാൻ സമൂഹത്തിന് അവകാശമുണ്ട്. ഇതിനെയാണ് സ്വയം നിർണയാവകാശം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സഭ ഇതിനെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. ഇനി വീണ്ടും, സത്യം, നന്മ, സൗന്ദര്യം എന്നിവ ആത്മാർത്ഥമായി അന്വേഷിക്കുന്ന എല്ലാ മനുഷ്യരെയും സഭ വിലമതിക്കുന്നുണ്ട്. തത്വശാസ്ത്രത്തിൻ്റെയും സാമൂഹിക ശാസ്ത്രത്തിൻ്റെയും സംഭാവനകളെ സഭ സ്വീകരിക്കുന്നു. സഭയ്ക്ക് തൻ്റെ പ്രബോധന ധർമ്മം നിർവഹിക്കാൻ സഹായിക്കുന്ന കോൺക്രീറ്റ് ആയിട്ടുള്ള ഉൾക്കാഴ്ചകൾ യഥാർത്ഥത്തിൽ ഇന്ന് കൂടുതലായി നൽകുന്നത് ഈ സാമൂഹിക ശാസ്ത്രങ്ങളുടെ സംഭാവനകളിൽ നിന്നാണ്. ജോൺ പോൾ രണ്ടാമൻ പാപ്പ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണത്. അപ്പോൾ സുവിശേഷവും നമ്മുടെ കൈകളിലുള്ള, അല്ലെങ്കിൽ കർത്താവ് നമ്മളെ ഭരമേൽപ്പിച്ച വിശ്വാസ നിക്ഷേപവും മാനുഷികമായ അറിവും, അതായത് സാമൂഹിക ശാസ്ത്രങ്ങൾ ഇന്ന് നമുക്ക് തരുന്ന അറിവും തമ്മിലുള്ള സംഭാഷണത്തിലൂടെയാണ് ഇന്ന് മനുഷ്യനെക്കുറിച്ച് സഭ പഠിപ്പിക്കുന്നത്. അതാണ് സാമൂഹിക വിശ്വാസ സത്യങ്ങൾ രൂപപ്പെടുന്ന വഴി. നമ്മളിവിടെ വിശ്വാസ നിക്ഷേപം കയ്യിലെടുത്ത് വെച്ചുകൊണ്ട് ഇവിടെ നിന്ന് നമ്മൾ മാത്രമായിട്ട് ലോകത്തോട് ഈ കാര്യങ്ങൾ പറയുകയല്ല, മറിച്ച് ഓരോ സാമൂഹിക ശാസ്ത്രവും ഇന്ന് നമുക്ക് തരുന്ന അറിവും കൂടെ ഒരുമിച്ച് വെച്ചുകൊണ്ടാണ് സാമൂഹിക വിശ്വാസ സത്യങ്ങൾ സഭ പഠിപ്പിക്കുന്നത്. ഓക്കെ, ഇവിടെ സാമൂഹിക വിശ്വാസ സത്യം ഒരു പങ്കിട്ട ഷെയർഡ് ഡിസേൺമെൻറ്റ്, അതായത് നമ്മളും സഭയും സമൂഹവും ഒരുമിച്ച് ചേർന്നുള്ള ഒരു വിവേചനം എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. ഇത് വളരെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ളൊരു സെൻറ്റൻസ് ആയിരുന്നു. അതായത് ലയോ പാപ്പ പറഞ്ഞു, സത്യമെന്നത് പ്രതിരോധിക്കപ്പെടേണ്ട ഒരു ഭൂപ്രദേശമല്ല, മറിച്ച് പങ്കുവയ്ക്കേണ്ട ഒരു നന്മയാണ്. ലയോ പാപ്പ വേറെ ഒരിടത്തും കൂടി ഇത് പറഞ്ഞിട്ടുണ്ട്. അതായത് സത്യത്തിൻ്റെ, ട്രൂത്തിൻ്റെ മോണോപോളി സഭയ്ക്കല്ല എന്ന് പറഞ്ഞു. അതായത് സത്യത്തിൻ്റെ പൂർണ്ണത, നമ്മളതിനെ അങ്ങനെ വ്യാഖ്യാനിച്ച് പോവുകയാണെങ്കിൽ സത്യത്തിൻ്റെ പൂർണ്ണത നമ്മുടെ കൈകളിലല്ല എന്ന ഒരു കാര്യത്തിലേക്ക് അത് വന്നു വീഴും. അത് വളരെ ട്രഡീഷണലിസ്റ്റ് ആയിട്ടുള്ള തിയോളജിയൻസും വിശ്വാസികളും ഈ സ്റ്റേറ്റ്മെൻറ്റിനെ വിമർശിച്ചു. ഇവിടെ ലയോ പാപ്പ പറയുന്നത് സത്യം മുഴുവനായി നമ്മുടെ കൈകളിലില്ല, അതുകൊണ്ട് നമ്മളതിനെ എന്ത് വില കൊടുത്ത് നമ്മളതിനെ സംരക്ഷിക്കണമെന്നല്ല, മറിച്ച് സത്യമെന്നത് പങ്കുവയ്ക്കേണ്ട ഒരു നന്മയാണ്. എല്ലാവരിലും ഈ സത്യമുണ്ട് എന്ന ഒരു തുറന്ന ഒരു മനോഭാവമാണ് ഇവിടെ യഥാർത്ഥത്തിൽ കാണിക്കുന്നത്. ഫ്രാൻസിസ് പാപ്പ ഒരിക്കൽ പറഞ്ഞു, സ്ഥലത്തേക്കാൾ വലുതാണ് കാലം, സ്ഥലത്തേക്കാൾ വലുതാണ് കാലം. അതായത് കാലത്തിലേക്ക് എംഫസൈസ് കൊടുക്കുകയാണ്. നമ്മുടെ ഈ കാലത്തിന്
അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം ഈ കാലഘട്ടത്തിൻ്റെ, അല്ലെങ്കിൽ യേശു പറഞ്ഞ പോലെ എന്താണ്, കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ മനസ്സിലാക്കി, അടയാളങ്ങൾ മനസ്സിലാക്കി നമ്മളിന്ന് സമൂഹത്തോട് പ്രതികരിക്കണം. അതിനെയാണ് സ്ഥലത്തേക്കാൾ പ്രധാനമാണ് കാലം എന്നതുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ വിശേഷിപ്പിച്ചത്. സഭയുടെ ഓരോ ഭാഗവും സ്വന്തം ദാനങ്ങൾ മറ്റുള്ള ഭാഗങ്ങൾക്കും സഭയ്ക്ക് മുഴുവനും വേണ്ടി സമർപ്പിക്കുന്നു. നേരത്തെ നമ്മൾ കണ്ട ഷെയർഡ് റെസ്പോൺസിബിലിറ്റിയാണ്. ഓരോരുത്തരും തങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം സഭയ്ക്ക് മുഴുവനായും ചെയ്യുന്നു. സഭയുടെ സാമൂഹിക വിശ്വാസ സത്യം എന്ന് പറയുന്നത് കുറേ നിയമങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു പുസ്തകമല്ല, മറിച്ച് അതൊരു പ്രക്രിയയാണ്. ഇത് നമ്മളും മനുഷ്യ സമൂഹവും തമ്മിലുള്ള നിരന്തരമായ സംഭാഷണത്തിലൂടെ വളർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രക്രിയയാണ് സഭയുടെ സാമൂഹിക വിശ്വാസ സത്യം. ഈ ഡോക്യുമെൻറ്റിന് യഥാർത്ഥത്തിൽ 2 ഭാഗമുണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയും. ഒന്നാമത്തെ ഭാഗം ഈ 2 അധ്യായങ്ങൾ, ഒന്നാമത്തെ 2ാമത്തെ അധ്യായത്തിൽ അത് പ്രത്യേകമായിട്ട് പറയുന്നത് സഭയുടെ സാമൂഹിക വിശ്വാസ സത്യങ്ങളെക്കുറിച്ചാണ്. എങ്ങനെയാണത് രൂപപ്പെടുന്നത്, ഇതുവരെ സഭ എന്ത് പഠിപ്പിച്ചു, എന്താണ് അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളും അതിൻ്റെ ഫൗണ്ടേഷൻസ്. ഇതാണ് യഥാർത്ഥത്തിൽ 1ാമത്തെ 2ാമത്തെ അധ്യായത്തിൽ ലിയോ പാപ്പ പറയുന്നത്. 3ാമത്തെ അധ്യായം മുതലാണ് യഥാർത്ഥത്തിൽ ഈ നിർമ്മിത ബുദ്ധിയെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലും പാപ്പ ചർച്ച ചെയ്യുന്നത്. ഇത് സാധാരണ സാമൂഹ്യ ചാക്രിക ലേഖനങ്ങളിൽ കാണാത്തൊരു സ്ട്രക്ചറാണ്. മറ്റ് സാമൂഹ്യ ചാക്രിക ലേഖനങ്ങൾ ഒരിടത്തും എന്തുകൊണ്ട് സഭ സാമൂഹിക വിശ്വാസത്യങ്ങൾ പഠിപ്പിക്കുന്നു, അതെങ്ങനെയാണ് രൂപപ്പെടുന്നത്, അതിൻ്റെ ഉദ്ദേശം എന്താണ്, അതിൻ്റെ തത്വങ്ങൾ എന്താണ്, ഇതൊന്നും വേറെ ഒരിടത്തും ഒരു സാമൂഹിക ചാക്രിക ലേഖനത്തിലും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവിടെ ലിയോ പാപ്പ ആദ്യത്തെ 2 അധ്യായങ്ങളിൽ ഇത് മാത്രമാണ് സംസാരിക്കുന്നത്. കാരണം ഇത് നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്ന ഒരു കാര്യമാണ്. അത് നമ്മൾ നിർമ്മിത ബുദ്ധി അത് ഇന്ന് ലോകം മുഴുവനും അത് ഉപയോഗിക്കുന്നു, ലോകം മുഴുവൻ എൻ്റെ പിന്നാലെയാണ്. ഈ ഒരു വിഷയത്തിൽ നമ്മൾ കുറേ ധാർമ്മികമായിട്ടുള്ള നിയമങ്ങളും നമ്മുടെ ആശങ്കകളൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം ഉണ്ടാകും, എന്തിന് സഭ ഈ കാര്യത്തിൽ ഇടപെടുന്നു? അതിനുവേണ്ടി ആദ്യം ഒരു ബാക്ക്ഗ്രൗണ്ട് ലിയോ പാപ്പ അവിടെ ഉണ്ടാക്കിയെടുക്കുകയാണ് 1ാമത്തെ 2ാമത്തെ അധ്യായത്തിൽ. ഇവിടെ അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, ഇത് നമ്മുടെ സാമൂഹിക പ്രബോധനം എന്ന് പറയുന്നത് ഒരു കൈപ്പുസ്തകമല്ല, കുറേ നിയമങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒരു സംവിധാനമല്ല, മറിച്ച് മനുഷ്യരുടെ പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളോട് ഇന്നത്തെ കാലത്തോട് സംവദിച്ചുകൊണ്ട് സഭ നിർമ്മിച്ചെടുക്കുന്ന ഒരു പ്രക്രിയയാണ് ഇത്. അത് രൂപപ്പെടുന്നത് സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ ലോകത്തോടും സംസ്കാരങ്ങളോടും സംവദിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ഇതിൻ്റെ അവസാനത്തോട്ട് വരുമ്പോൾ ലിയോ പാപ്പ പറയുകയാണ്, എവിടെയാണോ മനുഷ്യരുടെ മഹത്വം ഹനിക്കപ്പെടുന്നത്, എവിടെയാണോ മനുഷ്യൻ്റെ ദുരിതങ്ങളെ രാഷ്ട്രീയ ഭരണാധികാരികൾ കണ്ണടയ്ക്കുന്നത്, എവിടെയാണോ ഈ മനുഷ്യൻ്റെ ദുരിതം പരിഹരിക്കാൻ രാഷ്ട്രങ്ങൾ പരാജയപ്പെടുന്നത്, എവിടെയാണോ സാമ്പത്തിക മേഖല സാധാരണ മനുഷ്യർക്ക് എതിരാകുന്നത്, എവിടെയാണോ ശാസ്ത്രം അതിൻ്റെ അതിരുകൾ ലംഘിക്കുന്നത്, അവിടെ മറ്റ് ക്രൈസ്തവ വിഭാഗങ്ങളോടും മതവിശ്വാസികളോടും കൂടെ കൂട്ടായ്മ പരിപോഷിക്കാൻ സഭ ശബ്ദമുയർത്തണം. ഇനി ഇതിന് ശേഷം 1ാമത്തെ അധ്യായത്തിൽ തന്നെ അടുത്ത് വരുന്ന ഭാഗം ഇതുവരെയുള്ള സഭയുടെ സാമൂഹിക വിശ്വാസ സത്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മളിന്ന് ഈ മേഖലയിൽ ഏതുവരെ എത്തി നിൽക്കുന്നു. ഒന്നാമത് അതിനകത്ത് സൂചിപ്പിക്കുന്നത് റേരും നൊവാരും, ആദ്യത്തെ സാമൂഹിക ചാക്രിക ലേഖനം. അത് നമ്മൾ നേരത്തെ കണ്ടു, അത് വ്യവസായവൽക്കരണത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് അത് വന്നത്. അതിനകത്ത് അന്ന് പ്രധാനമായും ലിയോ 13ാമൻ പാപ്പ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തൊഴിലിൻ്റെയും തൊഴിലാളികളുടെയും മഹത്വം, തൊഴിലാളിക്കും അവൻ്റെ കുടുംബത്തിനും ന്യായമായ കൂലി, അതാണ് അന്ന് സഭ പറയുന്നത്, ഇന്നും പറയുന്നത്. അതായത് ഒരാൾ നമ്മുടെ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നു, നമ്മുടെ പറമ്പിലോ വ്യവസായ സ്ഥാപനത്തിലോ ജോലി ചെയ്യുന്നു, അവൻ ചെയ്ത ജോലിക്ക് ഉള്ള കൂലി കൊടുക്കുകയല്ല, മറിച്ച് അവൻ്റെ കുടുംബത്തെ കൂടി പരിഗണിച്ചുകൊണ്ട് കൂലി കൊടുക്കണമെന്നാണ് സഭ പഠിപ്പിക്കുന്നത്. അപ്പോൾ അവൻ്റെ വീട്ടിൽ രോഗിയായ 2 വ്യക്തികളും 3 കുട്ടികളും ഉണ്ട്. അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ളത് കൂടെ ചേർത്ത് വേണം കൂലി കൊടുക്കാൻ. അതാണ് നമ്മുടെ ഉപവിയിൽ നിന്ന് നമ്മൾ തൊഴിലിന് അല്ലെങ്കിൽ കൂലി കൊടുക്കുന്നത്. അതിനെക്കുറിച്ച് ഈ ഡോക്യുമെൻ്റ് അന്ന് സംസാരിച്ചിരുന്നു. അതുപോലെ തന്നെ സമ്പത്ത്, ലാഭം എന്നിവയേക്കാൾ ഉപരി മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ മൂല്യം, അതിനെക്കുറിച്ച് സ്വകാര്യ സ്വത്തവകാശം, അതിനെക്കുറിച്ച് തൊഴിലാളി സംഘടനകൾ രൂപവൽക്കരിക്കാനുള്ള തൊഴിലാളികളുടെ അവകാശത്തെക്കുറിച്ചെല്ലാമാണ് റേരും നൊവാരും സംസാരിച്ചത്.
അതിനുശേഷം റേരും നൊവാരും ഇറങ്ങിയതിൻ്റെ 40-ാം വർഷത്തിൽ പിയൂസ് 11-ാമൻ പാപ്പ 40-ാം വർഷത്തിൽ എന്ന പേരിൽ തന്നെ ക്വാദ്രജേസിമ അന്നോ ഒരു സാമൂഹിക ചാക്രിക ലേഖനം എഴുതിയിരുന്നു. അവിടെ ഈ നേരത്തെ പറഞ്ഞ ചില വിഷയങ്ങളിൽ നിന്ന് ഒരു പടി കൂടെ മുന്നോട്ട് പോയിട്ട് തൊഴിലാളികളുടെ പ്രശ്നങ്ങളിൽ നിന്ന് മാറി സാമ്പത്തികവും രാഷ്ട്രീയവുമായ മേഖലയിലേക്ക് സഭ അന്ന് കടന്നു. അത് കുറച്ചുകൂടി രാഷ്ട്രങ്ങളോടുള്ള ഒരു തുറന്ന യുദ്ധം എന്ന് നമുക്ക് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം. സമ്പത്ത് ചില വ്യക്തികളുടെ കൈകളിൽ മാത്രം കുന്നുകൂടുന്നതിനെതിരെ അന്ന് സഭ സംസാരിച്ചു. അതുപോലെ അധീനാവകാശ സംരക്ഷണ തത്വം, പ്രിൻസിപ്പിൾ ഓഫ് സബ്സിഡിയാരിറ്റി, എന്താണത്? വ്യക്തികൾ, കുടുംബങ്ങൾ, ഇടനില സംഘടനകൾ, പ്രാദേശിക സമൂഹങ്ങൾ എന്നിവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഉയർന്ന തലത്തിലുള്ള അധികാരികൾ ചെയ്യരുത്. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് സബ്സിഡിയാരിറ്റി. മേൽഘടകങ്ങൾ കീഴ്ഘടകങ്ങളുടെ ആന്തരിക പ്രവർത്തനങ്ങൾ, അവരുടെ ഇൻറ്റേർണൽ ആയിട്ടുള്ള മാറ്റേഴ്സിൽ ഇടപെടരുത്. അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അവർ തന്നെ ചെയ്യണം. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് സബ്സിഡിയാരിറ്റി. ഈ ഒരു പ്രിൻസിപ്പിൾ ആദ്യമായിട്ട് സഭ രൂപപ്പെടുത്തിയതും വിശദമാക്കിയതും ഈ ചാക്രിക ലേഖനത്തിലായിരുന്നു. അതിനുശേഷം പിയൂസ് 12-ാമൻ പാപ്പ പ്രത്യേകിച്ച് ഒരു പ്രബോധന രേഖ ഒന്നും ഇറക്കിയിട്ടില്ല. പക്ഷേ ക്രിസ്മസിൻ്റെ ഒരു കാലഘട്ടത്ത് റേഡിയോയിൽ കൂടെ നടത്തിയ പ്രഭാഷണ പരമ്പരയിൽ ചില സാമൂഹിക വിശ്വാസ സത്യങ്ങൾ പഠിപ്പിച്ചു. അവിടെ നീതി, സമാധാനം എന്നീ ആശയങ്ങൾ കൂടെ അവിടെ നിന്ന് ചേരുകയാണ്. മനുഷ്യാന്തസ്സിലും അടിസ്ഥാനമാക്കിയുള്ള ഒരു അന്താരാഷ്ട്ര ക്രമം അവിടെ രൂപപ്പെടുന്നതിനെക്കുറിച്ച്, സംഘടനകളുടെയും അതുപോലെ തൊഴിലാളി യൂണിയനുകളുടെയും ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചെല്ലാം പിയൂസ് 12-ാമൻ പാപ്പ ആ ഒരു കാലഘട്ടത്തിൽ പഠിപ്പിച്ചു. അതിനുശേഷം ജോൺ 23-ാമൻ പാപ്പയുടെ 2 സാമൂഹിക ചാക്രിക ലേഖനങ്ങൾ, ഒന്ന് അമ്മയും ഗുരുനാഥയും, മാത്തർ എത്ത് മജിസ്ട്ര എന്ന പേരിൽ. അതിനകത്ത് വ്യത്യസ്തമായിട്ട് വന്ന ആശയങ്ങൾ, രാഷ്ട്രവും വ്യക്തിയും തമ്മിലുള്ള ബന്ധം, അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണ്, കടമകൾ എന്താണ്, അവകാശങ്ങൾ എന്താണ് തുടങ്ങിയത്. അതുപോലെ തന്നെ വീണ്ടും ന്യായമായ കൂലി എന്ന ആ ഒരു സഭയുടെ പ്രത്യേകമായിട്ടുള്ള ഒരു മനുഷ്യനോടുള്ള ഒരു കരുണ എന്ന് തന്നെ നമുക്ക് പറയാം. അതിനെക്കുറിച്ച് വീണ്ടും സംസാരിച്ചു. അതിനുശേഷം ഭൂമിയിൽ സമാധാനം, പാച്ചം ഇൻ തേറിസ് എന്നതിനകത്ത് വ്യക്തിയുടെ മൗലിക അവകാശങ്ങളും കടമകളും, ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ച് സഭ പഠിപ്പിച്ചു. അതുപോലെ സത്യം, നീതി, സ്നേഹം, സ്വാതന്ത്ര്യം എന്നിവയിൽ അടിസ്ഥാനമാക്കിയ സമൂഹം രൂപപ്പെടുത്തുന്നതിനെക്കുറിച്ചും അന്ന് ജോൺ 23-ാമൻ പാപ്പ സംസാരിച്ചിരുന്നു. അതിനുശേഷം 2-ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ 2 പ്രമാണ രേഖകൾ, അതിനകത്ത് വന്ന സന്തോഷവും പ്രത്യാശയും എന്ന ഭരണക്രമരേഖ, അതിനകത്ത് പ്രധാനമായി സംസാരിച്ചത് വിവാഹം, കുടുംബം, അതുപോലെ സാമ്പത്തികവും സാമൂഹികവുമായ മനുഷ്യരുടെ ജീവിതം, രാഷ്ട്രീയ സമൂഹം, യുദ്ധം, സമാധാനം, പിന്നെ കുറേയധികം ധാർമ്മിക നിയമങ്ങളെക്കുറിച്ചാണ്. അതോടൊപ്പം തന്നെ 2-ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ മനുഷ്യ മഹത്വം എന്ന വിജ്ഞാപനം, അത് സംസാരിച്ചത് മതസ്വാതന്ത്ര്യത്തെക്കുറിച്ചും അതൊരു മൗലിക അവകാശമാണെന്നതിനെക്കുറിച്ചുമായിരുന്നു. പിന്നീട് പോൾ 6-ാമൻ പാപ്പയുടെ സാമൂഹിക ചാക്രിക ലേഖനമാണ് ജനതകളുടെ പുരോഗതി, പോപ്പുലോരും പ്രോഗ്രസീവും. അവിടെ പാപ്പ എംഫസൈസ് ചെയ്ത ചില കാര്യങ്ങൾ, മാന്യമായ ജീവിത സാഹചര്യങ്ങൾ, എല്ലാ മനുഷ്യർക്കും അവൻ്റെ അന്തസ്സിന് ചേർന്ന ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകണം. ഓരോ വ്യക്തിയും മുഴുവൻ വ്യക്തിയും എന്നൊരാശയം, അതായത് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്, അതായത് ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് എവിടെയെങ്കിലും ഒരിടത്ത് മാത്രം കാണേണ്ട ഒരു കാര്യമല്ല. അത് ഓരോ വ്യക്തിയും ആ വ്യക്തി പൂർണ്ണമായും വികസിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിലുള്ള വികസനം സാധ്യമായി എന്ന് പറയാൻ കഴിയുകയുള്ളൂ. നമ്മൾ വലിയൊരു IT മേഖല വളർത്തിയെടുത്തു, ഒരു ഇൻഫോ പാർക്കോ ടെക്നോ പാർക്കോ വളർത്തി. അതേ സമയത്ത് ഇങ്ങേ അറ്റത്ത് ഒരു വിഭാഗം ജനത ഇല്ലിറ്ററസിയിൽ കഴിയുകയാണെങ്കിൽ അവിടെ യഥാർത്ഥത്തിലുള്ള വികസനം നടന്നിട്ടില്ല. ഓരോ വ്യക്തിയും വികസിക്കണം, അവൻ പൂർണ്ണമായും വികസിക്കണം. അതുപോലെ പുരോഗതി സമാധാനത്തിൻ്റെ ഒരു പുതിയ പേരായിട്ട് അന്ന് പാപ്പ അവതരിപ്പിച്ചു. എന്താണ് ഡെവലപ്മെൻറ്റ്? അതെന്ന് പറയുന്നത് സമാധാനമാണ് ഡെവലപ്മെൻറ്റ്. ഇനി വീണ്ടും റേരും നൊവാരുമിൻ്റെ 80-ാം വർഷത്തിൽ 80-ാം വർഷത്തിൻ്റെ വരവിൽ ഒക്ടോജേസിമ ആദ്വേനിയൻസ് എന്ന പേരിൽ പോൾ 6-ാമൻ പാപ്പ മറ്റൊരു ചാക്രിക ലേഖനം ഇറക്കി. അതിനകത്ത് നഗരവൽക്കരണത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്.
അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ദാരിദ്ര്യത്തിൻ്റെ പുതിയ രൂപങ്ങൾ, സമൂഹത്തിൽ ഇന്ന് നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, അതുപോലെ മനുഷ്യ വ്യക്തി ബന്ധങ്ങളെക്കുറിച്ച്, അധികാരവും പൊതുനന്മയും കുറിച്ച് അന്ന് ഈ ചാക്രി ലേഖനത്തിൽ സംസാരിച്ചു. പിന്നീട് ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ തൊഴിൽ ചെയ്യുന്നതിലൂടെ ലബോറം എക്സർച്ചൻസ്, അതിനകത്ത് തൊഴിലായിരുന്ന പ്രധാനപ്പെട്ട വിഷയം. തൊഴിൽ വ്യക്തിയുടെ മൗലികമായ നന്മ, ഫണ്ടമെൻ്റൽ ഗുഡ് എന്നാണ് അന്ന് ജോൺ പോൾ പാപ്പ വിശേഷിപ്പിച്ചത്. തൊഴിലെന്ന് പറയുന്നത് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴിയാണ്. തൊഴിലുള്ള മനുഷ്യനാണ് സമൂഹത്തിൽ സ്വാതന്ത്ര്യമുള്ളത്. ജീവിക്കാൻ എന്തെങ്കിലും ഉള്ളവനാണ് അടിമയല്ലാതെ ജീവിക്കുന്നത്. അതുപോലെ സമൂഹത്തിൻ്റെ സാംസ്കാരികവും ധാർമ്മികവുമായ ഉയർച്ചയ്ക്കുള്ള സംഭാവന എന്ന് പറയുന്നത് മനുഷ്യൻ്റെ തൊഴിലാണ്. അതുപോലെ തൊഴിലാളിയുടെ മഹത്വം, ഈ കാര്യങ്ങളൊക്കെ അന്ന് സംസാരിച്ചു. അതിനുശേഷം സാമൂഹിക ആശങ്ക എന്ന പേരിൽ, സൊളിച്ചിത്തൂദോ റെയ് സോച്ചിയാലിസ് എന്ന പേരിൽ ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ ചാക്രി ലേഖനം, അതിനകത്ത് മൊറാലിറ്റി നോക്കാത്ത, ധാർമ്മികത നോക്കാത്ത സമ്പദ്ഘടനയെ വിമർശിച്ചു. അതുപോലെ വ്യക്തികൾ, ജനതകൾ, രാഷ്ട്രങ്ങൾ എന്നിവർക്കിടയിൽ ഐക്യദാർഢ്യം, സോളിഡാരിറ്റി ഉണ്ടാകുന്നതിനെക്കുറിച്ചും പാപ്പ സംസാരിച്ചിരുന്നു. പിന്നെ വീണ്ടും ജോൺ പോൾ രണ്ടാമൻ പാപ്പ റേരും നൊവാരും എന്ന ചാക്രി ലേഖനത്തിൻ്റെ 100-ാം വർഷത്തിൽ ചെന്തേസിമൂസ് അന്നൂസ് എന്ന പേരിൽ ഒരു ചാക്രി ലേഖനം, അതിനകത്ത് സോവിയറ്റ് യൂണിയൻ തകർന്ന സമയത്താണ് ഈ ചാക്രി ലേഖനം വരുന്നത്. സോവിയറ്റ് യൂണിയൻ അന്നത്തെ രാഷ്ട്രീയ ഒരു സംവിധാനം തകർന്നപ്പോൾ പുതിയ ജനാധിപത്യ ഭരണ സംവിധാനങ്ങൾ എല്ലായിടത്തും രൂപപ്പെട്ടു. അതിൻ്റെ ഫലമായിട്ട് കമ്പോള സമ്പദ്ഘടന, അതായത് മാർക്കറ്റ് എക്കോണമി അന്ന് വളർന്നു. ആഗോളീകരണം, ഗ്ലോബലൈസേഷൻ അന്ന് വളർന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഈ ഡോക്യുമെൻ്റ് തൊഴിലിൻ്റെ മഹത്വത്തെക്കുറിച്ച് വീണ്ടും സംസാരിച്ചു. അതുപോലെ ജനങ്ങൾക്കിടയിൽ ഐക്യദാർഢ്യം, സോളിഡാരിറ്റി ഉണ്ടാകുന്നതിനെക്കുറിച്ച്, അതുപോലെ ജനാധിപത്യത്തിൻ്റെയും കമ്പോള സമ്പദ്ഘടനയുടെയും വിമർശനാത്മകമായ ഒരു അപഗ്രഥനവും പാപ്പ അന്ന് നടത്തിയിരുന്നു. പിന്നെ 2000-ന് ശേഷം വന്നിട്ടുള്ള സത്യത്തിൽ സ്നേഹം, ബെനഡിക്ട് പാപ്പായുടെ സാമൂഹിക ചാക്രിക ലേഖനം, ഇതിനകത്ത് വികസനം ആഗോളവൽക്കരണത്തിൻ്റെ വെളിച്ചത്തിൽ എങ്ങനെ ആയിരിക്കണമെന്ന് പാപ്പ സംസാരിച്ചു. എല്ലാവർക്കും ഉപകാരപ്രദവും നിലനിൽക്കുന്നതുമായ വളർച്ച, അതിനെയാണ് യഥാർത്ഥത്തിൽ വികസനമെന്ന് പാപ്പ വിളിക്കുന്നത്. ഇനി സമ്പത്ത് പൊതുനന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം. സഭയുടെ സാമൂഹിക വിശ്വാസ സത്യത്തിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് സ്നേഹമാണ്, ഉപവിയാണെന്നും പാപ്പ എന്ന് പറഞ്ഞു. അതിനുശേഷം ഫ്രാൻസിസ് പാപ്പയുടേതാണ് 4 സാമൂഹിക ചാക്രിക ലേഖനങ്ങളാണ് ഫ്രാൻസിസ് പാപ്പയുടേത്. ഒന്ന് സുവിശേഷത്തിൻ്റെ ആനന്ദം. അവിടെ ദരിദ്രരെക്കുറിച്ച്, കുടിയേറ്റക്കാരെക്കുറിച്ച്, അതുപോലെ തന്നെ പുതിയ തരം അടിമത്തങ്ങൾ, സാങ്കേതിക വിദ്യയുടെ അടിമത്തം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. പിന്നെ അതുപോലെ കർത്താവെ അങ്ങേക്ക് സ്തുതി, അതിനുശേഷം വന്ന, അത് നമുക്കറിയാം, നമ്മുടെ പൊതുഭവനമായ നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ചാണ്. 3-ാമത്തേത് എല്ലാവരും സഹോദരർ എന്നത്, അതിനകത്ത് സാമൂഹിക സൗഹൃദം, സോഷ്യൽ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച്, സാർവത്രിക സാഹോദര്യത്തെക്കുറിച്ച്, യൂണിവേഴ്സൽ ഫ്രറ്റേണിറ്റിയെക്കുറിച്ച്, കണ്ടുമുട്ടലിൻ്റെ സംസ്കാരം, അതിനകത്ത് ഫ്രാൻസിസ് പാപ്പ അവതരിപ്പിച്ച ഒരു ആശയമായിരുന്നു. നമ്മൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ആയിത്തീരുകയല്ല, മറിച്ച് മനുഷ്യരെ കണ്ടുമുട്ടുന്നവരാകണം. അതിനുവേണ്ടി ഫ്രാൻസിസ് പാപ്പ ഉപയോഗിച്ച ഇമേജ് നല്ല സമരക്കാരൻ്റെ ഇമേജായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അനുരഞ്ജനത്തിൻ്റെ പാത, ഇതെല്ലാം അന്നത്തെ ഈ ഡോക്യുമെൻറ്റിൽ പാപ്പ ഊന്നി പറഞ്ഞു. അതിനുശേഷം 4-ാമത്തേത് ഫ്രാൻസിസ് പാപ്പയുടെ 4-ാമത്തെ ചാക്രിക ലേഖനം, അവൻ നമ്മെ സ്നേഹിച്ചു എന്നുള്ളതാണ്. ഇത് യേശുവിൻ്റെ തിരുഹൃദയത്തിൻ്റെ സ്നേഹവുമായി ബന്ധപ്പെടുത്തിയാണ് ഈ സ്നേഹത്തെക്കുറിച്ച് അല്ലെങ്കിൽ ചില വിഷയങ്ങൾ പാപ്പ സംസാരിച്ചു. അതായത് ദൈവത്തോട് എനിക്ക് യഥാർത്ഥമായിട്ടുള്ള സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹം ഞാൻ പ്രകടിപ്പിക്കുന്നത് ദരിദ്രരെ സഹായിച്ചുകൊണ്ടാണ്. ദൈവത്തോടുള്ള സ്നേഹം ഞാൻ പ്രകടിപ്പിക്കുന്നത് എൻ്റെ ചുറ്റുമുള്ള ദരിദ്രരായ മനുഷ്യരോട് സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടാണ്. അതായിരുന്നു അതിനകത്ത് പറഞ്ഞു. അപ്പം ഇത്രയുമാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നത്. അതായത് അതിനകത്ത് സൂചിപ്പിച്ചത് സഭ ഈ ലോകത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമല്ല, മനുഷ്യൻ്റെ പച്ചയായ ജീവിത പ്രശ്നങ്ങളോട് സംവദിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരു സഭയാണത്. അവിടെ സഭ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ മാനുഷികമായ അറിവിനെയും കൂടെ സമന്വയിപ്പിച്ചുകൊണ്ടാണ് സാമൂഹിക വിശ്വാസ സത്യങ്ങൾ ലോകത്തെ പഠിപ്പിക്കുന്നത്. ഇനി എങ്ങനെ നമ്മൾ ഇതുവരെ ഈ സാമൂഹിക വിശ്വാസ സത്യങ്ങൾ ഇതുവരെ സഭ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത്രയും പറഞ്ഞുകൊണ്ടാണ് 1-ാമത്തെ അധ്യായം അവസാനിക്കുന്നത്.